ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഹലോ, വോയിസ് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് യെസ് ഓർ നോ പറയാൻ പറ്റുമോ? ഓക്കെ, യെസ്. താങ്ക് യു അനൂപ്. ഓക്കെ, പറ്റുന്നവരെല്ലാരും ഒന്ന് വീഡിയോയിൽ വരാമോ? ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ 8:33 ആയി. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്തോളും. 8:15 ആവുമ്പോൾ ജോയിൻ ചെയ്തോളും. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ITS. ITSനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് ഞാൻ പറയാം. എന്റെ പേര് റൂബിയ, ഞാൻ കൗൺസിലിംഗ് സെക്ഷനിലാണുള്ളത്. ഓക്കെ, ഷെഫീൻ എന്നാണ് നിങ്ങളുടെ മെന്ററിന്റെ പേര്. ഓക്കെ, ഷെഫീൻ സാറിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, സാർ MTech സ്ട്രക്ചറൽ ഡിസൈനർ ആണ്. സോ 8+ ഇയേഴ്സ് ആയിട്ട് സാറ് ട്രേഡിംഗിൽ തന്നെയാണ്. പിന്നെ സാറ് തന്നെ ഡെവലപ്പ് ചെയ്ത FOP എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിയുടെ അവയർനെസ് ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിവേ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ നമുക്ക് 1000+ സ്റ്റുഡൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. എല്ലാവരും തന്നെ സക്സസ്ഫുൾ ട്രേഡേഴ്സ് ആണ്. സോ നമ്മളുടെ ഓഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ ഞങ്ങളുള്ളത് ബാംഗ്ലൂർ ആണ്. നാട്ടില് ഹരിപ്പാട് ആൻഡ് പാലാരിവട്ടം, എറണാകുളം ഡിസ്ട്രിക്റ്റില് 2 ഓഫീസുകളാണുള്ളത്. സോ അവിടെ ഓഫ്ലൈൻ ക്ലാസ്സസ് നടക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് ITSനെ കുറിച്ച് ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഷെഫീൻ സർ പറഞ്ഞു തരും നിങ്ങൾക്ക്. ഇതിൽ ചിലര് ട്രേഡിംഗിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം, ചിലര് ബിഗിനേഴ്സ് ആയിരിക്കാം. സോ എനിവേ, എന്തായാലും നിങ്ങൾ ഇതിലേക്ക് ട്രേഡിംഗിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളവരാണ്. സോ നിങ്ങളുടെ ടൈം ആൻഡ് മണി വേസ്റ്റ് ആക്കാതിരിക്കുക, ലോസ് ചെയ്യാതിരിക്കുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഷെഫീൻ സാറിനോട് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി സംസാരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തിനാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. വെറുതെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയി, അല്ലെങ്കിൽ അതിൽ വർക്കൗട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ട്രേഡിംഗ് ലൈഫിലേക്ക് വരുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ലാത്തൊരു
സംഭവമായി പോകും. സോ എനിവേ നമുക്ക് ഷെഫീൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു വെൽക്കം പറഞ്ഞുകൊണ്ട് നമുക്ക് ഷെഫീൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. വൺസ് അഗെയിൻ വെൽക്കം ഓൾ. താങ്ക് യു. Hi all. Hi all. Good evening. Okay. Good evening. Video എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഓണാക്കും. ആരുമില്ല വീഡിയോ ആരും വീട്ടിലെത്തിയില്ല. ജോലി ചെയ്യുന്നുണ്ട്. വീട്ടിലൊന്നും ആരും എത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ ഓണാക്കും. ജസ്റ്റ് നിങ്ങള് ഓക്കെ ഓക്കെ. നൗഷാദ് വീഡിയോ ഓണാക്കില്ല. ഓക്കെ താങ്ക് യു. പോയാ ഓക്കെ. ജസ്റ്റ് എല്ലാവരും ഒന്ന് എന്താ പറയുക ജസ്റ്റ് വീഡിയോ ഓണാക്കിയാൽ നിങ്ങൾ എന്താ പറയുക ജോലി കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കുക എന്തോ ഒന്നും വിഷയമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക നമ്മളൊരു ഇന്ററാക്ഷന് വേണ്ടി മാത്രം. എല്ലാവരും ഒന്ന് വീഡിയോ ഇപ്പൊ എല്ലാവരും ഒന്നും കാണുന്നുണ്ട് പക്ഷെ എനിക്കാരും കാണാൻ പറ്റുന്നു. ഓക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് ഓണാക്കി എല്ലാവരും. പറ്റാവുന്ന ആൾക്കാർക്കൊന്നും വീഡിയോ ഇല്ല. ബുദ്ധിമുട്ടുകളുണ്ടോ എന്തെങ്കിലും വീഡിയോ ഓണാക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളാരും വീഡിയോ ഓണാക്കുന്നില്ല. പക്ഷെ അത് വീഡിയോ ഓണാക്കിയ ആളായിരുന്നു ഓഫാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഓണാക്കാൻ പറ്റുമെന്ന് ഓണാക്ക്. കാരണം ആരും വീഡിയോ ഇല്ലാതാവുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു ക്ലാസ്സിൽ ഒരു ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ യാ നമ്മള് എന്താണ് നിങ്ങൾ എല്ലാവരും ട്രേഡിങ്ങും അതേപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പലരും പലരെ കെയർ ഓഫിലായിട്ട് അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ ഇതിലൊക്കെ എല്ലാം ട്രേഡിങ് ചെയ്യണത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഷെയർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടാകും. ഓക്കെ അപ്പൊ നിങ്ങൾ എത്ര പേര് ഒരു 3 മാസം പ്ലസ് ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചതായിക്കോട്ടെ അറിഞ്ഞതായിക്കോട്ടെ ചെയ്തതായിക്കോട്ടെ ട്രേഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു 3 മാസത്തിൽ കൂടുതൽ ഉള്ള ആൾക്കാരെല്ലാവരും 3+ എന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് 3+ ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ. കേൾക്കാൻ പറ്റുന്നില്ലേ? വോയിസ് ക്ലിയർ അല്ലേ? അഖില് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ഇപ്പോ മുജീബ് 3+ മന്ത്സ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ 3+ മന്ത്സ് തന്നെയാണ്. അല്ല അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ 3- ഇട്ടാലും മതി. 3 മാസത്തിൽ കുറവുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 3- ഇടാം. 3 മാസത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ 3+ ഇടാം. നമ്മള് ക്ലാസ് എത്രയും പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ഇന്ററാക്റ്റീവ് ആവണം. കാരണം എനിക്ക് ഡാറ്റ ഒന്നും വരാതെ എനിക്ക് എന്ത് ലെവലിൽ ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങൾ. ഓക്കെ മുജീബ് റഹ്മാൻ മാത്രമേ 3+ ഇട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് നൗഷാദ് 3+, 3-. ഓക്കെ നൗഷാദ് പുതിയതാണ്. ബാക്കിയുള്ള നിങ്ങളൊരു 1 മണിക്കൂർ ഒന്ന് എന്താ പറയാ നമുക്ക് ഒരു ക്ലാസ്സിന് വേണ്ടി സെഷന് വേണ്ടി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഒരു കുഴപ്പമില്ല, ഒരു വിരോധവും ഇല്ല. കാരണം നമുക്ക് ക്ലാസ് ഈ 1 മണിക്കൂർ നമുക്ക് ഈ ഒരു സെഷൻ വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡീവ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ തിരക്കിലാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ വെച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ നൗഷാദ് സുബിൻലാൽ സുബിൻലാൽ ഓക്കെ 3-. ഓക്കെ ഇപ്പൊ പറഞ്ഞ മുതലിൽ 2 പേര് 3- ആണ്. ബാക്കി ഒരാൾക്കാർ 3+ ആണ്. ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം വരണമെന്ന് പറയുമ്പോൾ
നിങ്ങൾ 3 പ്ലസും 3 മൈനസും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർണോ? ഒരു ട്രേഡിംഗിൽ നിങ്ങളിപ്പോ എന്താ പറയാ ഷെയർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർണോ? അറ്റ്ലീസ്റ്റ് ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ഒരു ട്രേഡിംഗിൽ ചെയ്തിട്ടുണ്ടോ? യെസ് ഓർണോ? ഓക്കെ. അനൂപിനോ ബാക്കിയുള്ളവര് ഒരു ട്രേഡും ചെയ്തിട്ടില്ല. സുബിൻ നോ. ഓക്കെ. ബാക്കിയുള്ളത് നൗഷാദ് യെസ്. നൗഷാദ് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതിലും നമുക്ക് എന്താ പറയാ കൂടുതൽ ആൾക്കാരും ഇപ്പൊ വന്ന വോട്ടിങ്ങിൽ നമുക്ക് കൂടുതൽ ആൾക്കാരും എന്താ പറയാ ട്രേഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താ പറയാ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി, കാരണം ഇവിടെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. എന്താണ് പൈസ ഉണ്ടാക്കാനും ഉള്ളതിനേക്കാളും കൂടുതൽ പോസിബിലിറ്റി പൈസ കളയാനുള്ള ഏരിയയുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാര് എന്താ പറയാ കഥകൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, പൈസ പോയി, നഷ്ടം വന്നു, അത് വന്നു, ഇത് വന്നു. ഇതിനൊക്കെ കാരണം എന്താണ്? നമ്മൾ അറിവില്ലായ്മ. അറിവില്ലായ്മ മാത്രമല്ല, അറിവില്ലായ്മ നമുക്ക് അതൊക്കെ വിട്ട് കളയാം. പക്ഷെ അറിവില്ലായ്മയിനെക്കാളും കൂടുതൽ നമ്മൾ എന്താ പറയാ ഇതിനകത്ത് ട്രേഡ് ചെയ്തവര് ഹരായി മാറും. ഹരായി കഴിയുമ്പോൾ നമുക്ക് ഒന്നും അറിയാതെ ഹരായിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുള്ളൂ. അത് മനസ്സിലാക്കാത്തവർക്കുള്ള കാര്യം, നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ എത്ര എല്ലാം പൊട്ടും. 100% ഉറപ്പാണ്. ഒന്നും മനസ്സിലാക്കാതെ നിങ്ങൾ അതിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് നോ പറഞ്ഞ ആൾക്കാര് വോയിസ് ലാഗ് ഉണ്ട്. ലാഗ് ഉണ്ടോ എല്ലാവർക്കും? എല്ലാവർക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നോക്കാം. അല്ല നൗഷാദിന് മാത്രം ഒന്നുണ്ടെങ്കിൽ ഒന്ന് റീലോഗിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലാഗ് ഉണ്ടോ? ഓക്കെ. മുജീബും ലാഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അതാ ഒരു മിനിറ്റ്. ഇപ്പൊ വോയിസ് ക്ലിയർ ആയിട്ടുണ്ടോ? ലാഗിങ് ഉണ്ടോ? ഇപ്പൊ ലാഗ് മാറിയിട്ട് ഇപ്പൊ ലാഗിങ് ഉണ്ടോ? ഓക്കെ. ഓക്കെ. താങ്ക് യു. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ഒരു എൻട്രി എടുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഷെയർ മാർക്കറ്റും ആ ഒരു രീതിയിൽ തന്നെ കാണാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ നല്ലൊരു ടൈമിൽ ഇപ്പൊ നോ പറഞ്ഞ ആയിക്കോട്ടെ, യെസ് പറഞ്ഞു, യെസ് പറഞ്ഞ ആൾക്കാർക്ക് ഇനി ലോസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അതെന്നാലും എന്താണെന്ന് ഇപ്പൊ നല്ലൊരു റൈറ്റ് ടൈമിലാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഇവിടെ നമുക്ക് എന്താ പറയാ ഒരു ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണിത്. സ്ട്രാറ്റജിന്റെ കാര്യങ്ങൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുണ്ട്. എന്താണ്, എങ്ങനെയാണ്, ഇല്ലാത്ത എത്രത്തോളം നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടും, എത്രത്തോളം നിങ്ങൾക്ക് എന്താ പറയുക ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക ഇതിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും, കുറച്ച് ആൾക്കാർ ട്രേഡ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പൊ ട്രെയിൽ എടുക്കാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അവർക്ക് ചിലപ്പോ ഒരു ട്രെയിൽ എടുക്കാനും അതും എന്താണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ഒരു എഫ് ഒ പി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എഫ് ഒ പി എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. ഓക്കെ. ഈ സ്ട്രാറ്റജി നമുക്ക് ഈ സ്ട്രാറ്റജി ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാം സ്ക്രീൻ. നമ്മൾ എഫ് ഒ പി എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഫുൾ ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. ഇവിടെ നമുക്ക് കുറച്ച് എന്താ പറയുക റൂൾസ് നമ്മൾ ബേസ് ചെയ്താണ്. ഒരു ഫ്രഷർ ആയിക്കോട്ടെ, പുതിയ ഒരാളായിക്കോട്ടെ, പഴയ ഒരാളായിക്കോട്ടെ, എക്സ്പീരിയൻസ് ഉള്ള ആളായിക്കോട്ടെ, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, ഒന്നും ഒരു വിഷയമല്ല. അപ്പൊ ഇതില് നിങ്ങൾക്ക് എല്ലാ ഒരു സ്ട്രാറ്റജി എന്താണ് ഏതാണ് നമ്മളാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്റെ സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ ആണോ? സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ അല്ലേ? ഒരു മിനിറ്റ്.
നമ്മൾ FOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓൺ പ്രോഫിറ്റ്. ഇതാണ് നമ്മൾ സ്ട്രാറ്റജിയുടെ പേര്. ഓക്കെ, നിങ്ങൾ ഒരു ഷെയർ മാർക്കറ്റിലേക്ക് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പല കാരണത്താൽ വരണം. നിങ്ങൾ എന്തിനാണ് ഷെയർ മാർക്കറ്റിലേക്ക് വന്നത്? നിങ്ങൾ എന്ത് ഇന്റൻഷൻ കൊണ്ടാണ് ഷെയർ മാർക്കറ്റിലേക്ക് വന്നത്? ഓക്കെ, ശരി, ഗുഡ് ഈവനിങ് ഷെയർ. വെൽക്കം. നമ്മൾ എന്തിനാണ് ഷെയർ മാർക്കറ്റിൽ വന്നേക്കുന്നത്? വോളിയം വളരെ കുറവാണോ? ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ്? മാക്സിമം നമ്മൾ വോളിയം. ഹെഡ്സെറ്റ് വല്ലതും യൂസ് ചെയ്യാൻ പറ്റും? അനൂപിന് ഹെഡ്സെറ്റ് വല്ലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പോ നിങ്ങൾ ഷെയർ മാർക്കറ്റിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? എന്ത് ഇന്റൻഷൻ കൊണ്ടാണ് ഷെയർ മാർക്കറ്റ് വന്നിരിക്കുന്നത്? അതൊന്ന് പറയാമോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. എന്താണ് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ വരാനുള്ള ഇന്റൻഷൻ? പറയാമോ? ഫിനാൻഷ്യൽ ഫ്രീഡം. ഓക്കെ, ഷെയർ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം. ദിനേശൻ മേക്ക് പ്രോഫിറ്റ്. ഓക്കെ, നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം, പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്, ഒരു സെക്കൻഡറി വരുമാനം ഉണ്ടാക്കാനായിട്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ എന്താ പറയുക എക്സ്പെൻസസ് നിങ്ങളുടെ സാലറിയിൽ മീറ്റ് ആവുന്നുണ്ടാവില്ല. അപ്പോൾ ആ എക്സ്പെൻസസ് മീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു സെക്കൻഡറി ഇൻകം അല്ലെങ്കിൽ സെക്കൻഡറി പാസീവ് ഇൻകം പോലെ എന്തെങ്കിലും, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമ്പർ ഓഫ് റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം, നൗഷാദ്, അതേപോലെ തന്നെ ഷബീർ, ഓക്കെ, ദിനേശൻ പറഞ്ഞ് മേക്ക് പ്രോഫിറ്റ്. ഓക്കെ, പക്ഷെ ഇവിടെ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതലോടെ നിങ്ങൾ വന്നു. ഷെയർ മാർക്കറ്റിൽ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഒന്ന് പറയാമോ? ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം, അതേപോലെ തന്നെ ഈ പറഞ്ഞ മേക്ക് പ്രോഫിറ്റ്, ഈ പറഞ്ഞ സെക്കൻഡറി ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? യെസ് ഓർ നോ? അത് ചാറ്റ് ബോക്സിൽ പറ. നോ. നൗഷാദ് നോ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ നമുക്ക് ഇവിടെ ഒരു പൈസ അല്ലെങ്കിൽ ഒരു റിട്ടേൺസ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. ക്യാഷ് ലോസ് ആണ് ദേഷ്യം പറയുന്നത്. ക്യാഷ് ലോസ് ആണ്. അതാണ് ഈ ഒരു സെഗ്മെന്റ്, ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ്, അല്ലെങ്കിൽ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് നമുക്ക് ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഇവിടെ ഇല്ല. പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ എങ്ങനെ? പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം, അല്ലേ? നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. വഴികൾ എന്താണ്? ഒരു നല്ലൊരു സെറ്റപ്പ് നമ്മൾ കണ്ടെത്തണം. നല്ലൊരു സെറ്റപ്പ് നമ്മൾ സ്വയം കണ്ടെത്തണം. അപ്പൊ ഈ സെറ്റപ്പ് കണ്ടെത്തുമ്പോൾ അവിടെ മെയിൻ പ്രശ്നം വരുന്നത് എന്താണ്? നമ്മൾ ഏറ്റവും മെയിൻ പ്രശ്നം വരുന്നത് എന്താണ്? നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഈ ക്യാഷ് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, അതേപോലെ തന്നെ എവിടെ നമുക്കത് ക്ലോസ് ചെയ്ത് വിട്ട് മാറണം എന്നറിയില്ല. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഒരു ലോസ് കുറക്കേണ്ടത്, സ്റ്റോപ്പ് ലോസ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്താ പറയാ, എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. ഈ മൂന്ന് സംഭവം നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെ എവിടെ എൻട്രി എടുക്കണം അറിയില്ല, എവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം അറിയില്ല, എവിടെ നിങ്ങൾക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യണം അറിയില്ല. നമ്മൾ എവിടെയെങ്കിലൊക്കെ കയറിയാൽ നമുക്ക് എന്താണ്, നമുക്കൊരു 10-15 മിനിറ്റ് സമയമുള്ളൂ നോക്കാനായിട്ട്. നമുക്ക് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കണ്ണ് കഴിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ ഒരു എൻട്രി എടുക്കും. ഒരു അരമണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ എൻട്രി എടുത്തിട്ട് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ കാണിക്കും. നമുക്ക് ആ ക്ഷമയില്ല. എന്താണ് അറിയാം, ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. നമുക്ക് ക്ഷമയില്ലാത്ത എന്തുകൊണ്ടാണ്? വേറെ ജോലിയുണ്ട്, അല്ലെങ്കിൽ വേറെ ബിസിനസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ക്ഷമയില്ലാത്തത്. അപ്പൊ ക്ഷമ, നമുക്ക് എന്താണ് വേണ്ടത്? വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡ് നമുക്കൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയാം. നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത ആൾക്കാരുണ്ടെന്ന് ഉണ്ടാവില്ല. അത് ഈ ട്രേഡ് ചെയ്ത ആൾക്കാരോടും ട്രേഡ് ചെയ്യാത്ത ആൾക്കാർക്കും നിങ്ങൾക്ക് പെർമനന്റ് പറയാം.
നിങ്ങളൊരു ട്രേഡിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ടെൻഷൻ ഉണ്ടാവാം, നിങ്ങൾക്ക് എന്താ പറയുക, സ്റ്റോപ്പ് ലോസിന് പേരുണ്ടാവാം, ലോസ് പേരുണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ടൊന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. പറ്റും വിത്ത് നോളേജ് ആൻഡ് എക്സ്പീരിയൻസ്, അതന്നെ ഷെബീർ പറഞ്ഞു. അപ്പൊ നമുക്കത് ഇവിടെ ഈ ഒരു ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ, ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് വിചാരിക്കുന്നേക്കാൾ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ക്ഷമ വേണം, നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വേണം, നമുക്ക് നല്ലൊരു എൻട്രി കിട്ടാൻ വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ ടാർഗറ്റ് വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള നോളേജസ് വേണം. കാരണം ബേസിക് കാര്യങ്ങൾ, അല്ലെങ്കിൽ ബേസിക് മാത്രമല്ല, കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഒരു എന്താ പറയാ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ട്രേഡ് ചെയ്യുന്ന ഒരാള്, ട്രേഡ് ചെയ്യുന്ന ആയിക്കോട്ടെ, നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് പറയും. നിങ്ങൾക്ക് ഓരോ വൺ ബൈ വൺ ആയിട്ട് ഓരോ ഫീലിങ്സ് പറഞ്ഞു. നിങ്ങൾക്ക് ലോസിന് പേടിയുണ്ടോ, അല്ലെങ്കിൽ ടാർഗറ്റ് നിങ്ങൾക്ക് എന്താ പറയുക ഹോൾഡ് ചെയ്യാൻ, ലോസ് നിങ്ങൾ ഹോൾഡ് ചെയ്യും, പക്ഷെ ടാർഗറ്റ് എത്തുമ്പോൾ ടാർഗറ്റ് ഒന്നല്ല, ഒരു പച്ച കാണുമ്പോഴേക്ക് നിങ്ങൾ വിട്ട് കളയും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ട്രെയിൻ എടുത്ത ടെൻഷന്, ഹാർട്ട് ബീറ്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ജസ്റ്റ് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് പറയാം. നിങ്ങൾക്ക് ഒരു ട്രെയിൻ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം? ഫിയർ, ദിനേശൻ പറഞ്ഞത് ഫസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് ഫിയർ നേടും. ഫിയർ ഓഫ് ലോസ്. ഫിയർ ഓഫ് ലോസ് മാത്രമല്ല, നമുക്ക് എന്താ ഫിയർ ഓഫ് ട്രേഡും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം നമ്മൾ എടുക്കുന്ന ട്രേഡ്, എൻട്രി ചെയ്യുന്ന ട്രേഡിൽ തന്നെ നമുക്ക് കോൺഫിഡന്റ് ഇല്ലാതെയാണ് എൻട്രി ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഒന്നും കിട്ടാതാകുമ്പോൾ എവിടെയെങ്കിലൊക്കെ എടുക്കും, ഞാൻ ഇന്ന് ട്രേഡ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവും, അത് ഉണ്ടാവും. അങ്ങനത്തെ രീതിയിൽ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക പ്രശ്നങ്ങളുണ്ടാവും. അതാണ് ഫിയർ ഓഫ് ലോസ് ഓർ ട്രേഡ്. ഓക്കെ, അടുത്തെന്താണ്? എക്സൈറ്റ്മെന്റ്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നോർമലി ഈ ട്രേഡ് ഞാൻ വിചാരിച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം മുകളിലോട്ട് പോകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടാവുക, ഏതെങ്കിലും സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേഡിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് അതേപോലെ തന്നെ ആവും നമ്മൾ 10,000 വട്ടം, ഓരോ സെക്കൻഡിലും 10,000 വട്ടം നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ചോദിച്ച് ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് എക്സൈറ്റ്മെന്റ്. നൗഷാദ് പറഞ്ഞ എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റ് ഓഫ് ട്രേഡ്. എക്സൈറ്റ്മെന്റ് ഓഫ് ട്രേഡ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഇനി നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണത്? സമയം പ്രശ്നമാണോ? സമയം നിങ്ങൾക്ക് എന്താ പറയുക, കാത്തിരിക്കണം ഒരു ട്രേഡ് വരാൻ വേണ്ടിയിട്ട്. വന്നേ ഇല്ലെന്ന് അറിയില്ല. കാരണം മുമ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്രാക്കറ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക്, ഇപ്പൊ ബ്രാക്കറ്റ് ഓർഡർ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ടൈം പീരീഡ്, ഇപ്പൊ ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ബ്രാക്കറ്റ് ഓർഡർ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. പ്രീമിയം, ഡി കെ, ഗാമ, അങ്ങനെ കുറെ ഗ്രീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്താന്നുള്ളത്. ഷെബീർ, എന്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ ഒരു പേപ്പർ ട്രേഡർ ആണ്. ഇതിന് ഫുൾ ഡൗൺ ആയിരിക്കും, ബട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് ഫ്യൂച്ചറിൽ ബെറ്റർ ആകും ഹോപ്പ്. ഓക്കെ, ഇപ്പൊ ഷെയർ പറഞ്ഞ വെച്ചാൽ ഷെയർ ഒരു പേപ്പർ ട്രേഡർ ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗിനിങ്ങില് നമുക്ക് എന്താ പറയുക ഡൗൺ ആയിരിക്കും, പക്ഷെ റിസ്ക് എന്താ പറയുക മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ബെറ്റർ ആകും. ഓക്കെ, അതിന് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ എന്റെ പല ആൾക്കാരും നമ്മളെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലാത്ത എല്ലാം എന്താ പറയുക നമ്മളെല്ലാം കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവരുടെ അടുത്തൊക്കെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ വെച്ചാൽ, ഞാൻ വേറെ ഒന്നും കൂടി പറഞ്ഞല്ല ശരി, ഞാനൊരു എന്താ പറയുക ഫ്യൂച്ചറിൽ ബെറ്റർ ആവും എന്ന് പറഞ്ഞ എന്റെ ആ ഒരു ഒരൊറ്റ ഇത് ഞാൻ പറയാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ. നമ്മള് ആ ഒരു രീതിയിൽ നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഒരു ട്രേഡിങ് നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ലാഭമായിരിക്കും. എപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്താലും നമ്മൾ ലാഭത്തിലായിരിക്കും. ഒട്ടുമിക്ക സമയത്ത് ഒരു 90% നമ്മൾ ലാഭത്തിലായിരിക്കും, 10% നമ്മൾ ലോസിലായിരിക്കും. പക്ഷേ പേപ്പർ ട്രേഡ് മാറ്റി നിങ്ങൾ റിയൽ ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 90% ലോസ് ആയിരിക്കും, 10% ലാഭമായിരിക്കും. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ കാരണങ്ങളാണ് നമ്മളിപ്പോ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ ക്ലിയർ ഇല്ല, ലോസ് ചിലപ്പോൾ എത്രയും പോകും. നമ്മൾ
ചിലപ്പോൾ നമ്മളിപ്പോ രാവിലെ പേപ്പർ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്ത് വെച്ച് പേപ്പർ ട്രേഡ് ചെയ്ത് ചിലപ്പോൾ ഉച്ചക്കായിരിക്കും നമ്മൾ നോക്കണ്ടാവുക. ഉച്ചക്ക് നോക്കുമ്പോൾ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് എവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത്. പക്ഷേ ലൈവ് ട്രേഡിൽ വരുമ്പോൾ ആ ഡിസൈഡ് ചെയ്ത് സ്റ്റോപ്പ് ലോസിലേക്ക് വരുമ്പോൾ നിങ്ങളെ മനസ്സ് എന്താ പറയുക അത്രയും ഹോൾഡ് ചെയ്യാൻ സമയം തരില്ല. ചിലപ്പോൾ അവിടുന്ന് പൊട്ടിപ്പോവും എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ആ ബോട്ടം ലൈനിൽ റിവേഴ്സ് എടുക്കുക, റീബൗണ്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എക്സിറ്റ് എടുക്കുക. നമ്മൾ എക്സിറ്റ് അടിച്ച് സ്പോട്ടിൽ സാധനം പോയി ടാർഗറ്റ് അടിക്കും. നമ്മൾ എക്സിറ്റ് അടിച്ച് സ്പോട്ടിൽ പോയി ടാർഗറ്റ് ചെയ്യും. അതാണ് റിയൽ ട്രേഡും പേപ്പർ ട്രേഡും തമ്മിലുള്ള വ്യത്യാസം. ഇല്ല, റിയൽ ട്രേഡിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രാറ്റജി പേപ്പർ ട്രേഡ് വഴി നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷെഡ്യൂൾ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ നല്ലൊരു എന്താ റിസൾട്ട് കിട്ടും. പക്ഷെ നിങ്ങൾ ബിൽഡ് ചെയ്യണം, ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും. കാരണം നമുക്ക് ഒരുപാട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് എന്താ പറയുക ഓപ്ഷൻസിനെ കുറിച്ചും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഗ്രീസിൽ തന്നെ എന്താണ് ഗ്രീസ്, എന്തൊക്കെ ഗ്രീസ് ഉണ്ട്, ഏതൊക്കെ ഗ്രീസാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ ഗ്രീസാണ് വേണ്ടാത്തത്, ഏതൊക്കെ ഗ്രീസാണ് നമുക്ക് പ്രശ്നം വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ, അതേപോലെ തന്നെ ഐ വി ജെവിക്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അതൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ ട്രേഡും റിയൽ ട്രേഡും തമ്മിൽ കമ്പയർ ചെയ്ത് പേപ്പർ ട്രേഡിൽ 90% സക്സസ് ആയിരിക്കും, റിയൽ ട്രേഡിൽ 90% ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മനസ്സിലെല്ലാരും വെക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ ട്രേഡ് നമ്മൾ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുതിയൊരു ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുകൾ പഠിച്ച സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രയൽ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ട്രയൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ പേപ്പർ ട്രേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പേപ്പർ ട്രേഡിൽ നിങ്ങൾ ചെയ്ത് നല്ല സക്സസ് ആയി നിങ്ങളുടെ സ്വന്തം സക്സസ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരണം. അതൊക്കെ നിങ്ങൾ പറയണ്ട എന്താണുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടൈം ഒരു പ്രശ്നമല്ലേ? ടൈം ആൻഡ് വെയിറ്റിംഗ് പീരീഡ് പ്രശ്നം ഉണ്ടായിരിക്കും. ടൈം ആൻഡ് വെയിറ്റിംഗ് പീരീഡ്, ടൈം ആൻഡ് വെയിറ്റിംഗ് പീരീഡ് എല്ലാവർക്കും പ്രശ്നമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് പോണ സമയം നിങ്ങൾക്ക് എന്താ പറയുക രാവിലെ 9 ഇപ്പൊ ടൈമിന്റെ കാര്യം പറഞ്ഞു 9 മണിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫീസ് അല്ല 10 മണിക്ക് ഓഫീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ ഓട്ടം 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നല്ലൊരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ച പോലത്തെ നല്ലൊരു മൂവ്മെന്റ്, നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു മൂവ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ തിരക്കിപ്പെട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, നല്ല ഞാൻ ഇന്നലെ ഉദ്ദേശിച്ച അതേപോലത്തെ മൂവ്മെന്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, സമയത്തെ പഠിക്കും. ഇങ്ങനത്തെ നോർമൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഇതൊക്കെ ഞാൻ എന്താ പറയുക ചെയ്തിട്ടുള്ള പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ എന്റെ പ്രശ്നങ്ങളായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നമുള്ളത് നിങ്ങൾ പറ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? ഒരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്? നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നം വരുന്നത്? ലാക്ക് ഓഫ് നോളജ് ഉണ്ട്, ലാക്ക് ഓഫ് നോളജ്. പറ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ എന്ന് പറയാം. ഓക്കെ, നിഫ്റ്റി ഡൗൺ ആണെങ്കിൽ നിഫ്റ്റി റെസ്പെക്ട് ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സ് എയർടെൽ ഡൗൺ ആകുമോ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിഫ്റ്റി അത് ഞാൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം, നാളെ മാർക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിഫ്റ്റി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 1%, 1.5% ഡൗൺ ആണെങ്കിൽ ഓക്കെ എല്ലാം ഡൗൺ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കോ, ഇന്നൊരു 1.25% ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയിട്ട് അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു മാർക്കറ്റ്, അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു. പക്ഷെ ഒരു 10% സ്റ്റോക്സ്, 10% ഏത് സ്റ്റോക്ക് നമുക്ക് പറയാനില്ല, 10% സ്റ്റോക്സ്, ഒരു 5 സ്റ്റോക്സ് എനിക്കൊന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് ബാക്കിയുള്ള 45 സ്റ്റോക്കും അണ്ടർ പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ ഡാറ്റ നോക്കി അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാം ഏത് സ്റ്റോക്ക്, പക്ഷെ നല്ല സ്റ്റോക്സ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടാറ്റ മോട്ടോഴ്സും അതേപോലെ തന്നെ എയർടെൽ ഇതൊക്കെ തന്നെ ആവണം എന്ന് ഉറപ്പൊന്നുമില്ല, മനസ്സിലായില്ലേ? ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് പെർഫോം ചെയ്യും. അത് ഏതാ സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ സ്റ്റോക്കിന്റെ അനാലിസിസ് നമ്മൾ ചെയ്ത് അതിന്റെ ഓട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഗ്യാപ് ഡൗൺ ഏതെങ്കിലും ആ സ്റ്റോക്ക് പെർഫോം. ഇപ്പൊ എയർടെല് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ബോട്ടത്തിൽ നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴോട്ടൊന്ന് പോയിട്ട് തിരിച്ച് പെർഫോം ചെയ്യും. അതേ സമയത്ത് ഹൈയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്, അതൊക്കെ നമ്മൾ ഹൈയിൽ നിൽക്കുക അണ്ടർ പെർഫോം ആണോ അല്ല ഓവർ പെർഫോം ആണോ എന്നുള്ളത് നമ്മൾ എന്താ പറയുക മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഏത് സ്റ്റോക്കാണ് മൂവ് ചെയ്യാന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയില്ലേ ചെയ്യേണ്ടത്? ഓക്കെ, ഓക്കെ. വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത്? ടെൻഷൻ നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്.
ടെൻഷൻ 4, ഇത് 5. ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ടെൻഷൻ ആൻഡ് ഹാർട്ട് ബീറ്റ്. ടെൻഷൻ ആൻഡ് ഹാർട്ട് ബീറ്റ്. കൈ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കിടക്കാറില്ല. ഇതൊക്കെ പണ്ട് കളിച്ചിട്ടുണ്ട്. ഈ ലോസ് ഇങ്ങനെ പോണ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, ഇല്ല, കൈ ഇങ്ങനെ കിടക്കും. നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ലോസ് കാണുമ്പോൾ അത് ക്ലോസ് ചെയ്യാൻ പോലും നമുക്ക് എന്താ പറയുക മനസ്സ് വരില്ല. കാരണം കൈ കുറച്ച് കൈ വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. 2-3 days ബിഫോർ സെയിം ആയിരുന്നു സർ. ദാറ്റ് വേ ഐ ആസ് ഡൗട്ട് ക്ലിയർ. അതാണ് നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഏത് സ്റ്റോക്ക് മൂവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മൂവ് ചെയ്യും, ഇല്ലാതൊന്നും പറഞ്ഞില്ല. ഇന്നത്തെ മാർക്കറ്റ് നോക്കിയാൽ നമുക്ക് എന്താ പറയുക ഇന്ന് പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഉണ്ട്. പക്ഷെ ഏത് സ്റ്റോക്കാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ ഓരോ സ്റ്റോക്കിൽ ഇപ്പൊ നിഫ്റ്റി 50 നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നിഫ്റ്റി 50 50 സ്റ്റോക്കുകൾ നിങ്ങൾ എപ്പോഴും അനാലിസ് ചെയ്തുകൊണ്ട് എപ്പോഴും നിങ്ങൾ അതിന്റെ അണ്ടർ പെർഫോമൻസ് ആണ് ഡെയിലി നിങ്ങൾ നാളത്തെ ഇന്നിപ്പോ നിങ്ങൾ അതെല്ലാം നോക്കിയിട്ട് അണ്ടർ പെർഫോം ആണോ ഓവർ പെർഫോം ആണോ നോക്കിയിട്ട് അണ്ടർ പെർഫോം ആണെങ്കിൽ നാളെ അത് പെർഫോം ചെയ്യും, ഓവർ പെർഫോം ചെയ്യും. ഇനി ഓവർ പെർഫോം ആണെങ്കിൽ അത് അണ്ടർ പെർഫോം ചെയ്യും. മനസ്സിലായില്ലേ? അത് നമ്മൾ നോക്കി മനസ്സിലാക്കണം ആ കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ അങ്ങനെ ടെൻഷൻ നമുക്കൊരു പ്രശ്നമാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, എല്ലാവർക്കും അറിയാം ചില ആൾക്കാർക്ക് ക്യാപിറ്റലും പ്രശ്നം ഉണ്ടാവാറുണ്ട്. ക്യാപിറ്റൽ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ക്യാപിറ്റൽ എന്താ പറയുക, നമുക്ക് ആൾക്കാർ പലരും വിചാരിക്കാം നല്ലൊരു ക്യാപിറ്റൽ ഉണ്ട്. ഇപ്പൊ 2-3 ട്രേഡ് നിങ്ങൾ എന്താ പറയുക 2-3 ട്രേഡ് ചെയ്ത് 500 രൂപ വെച്ച് നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടുമെന്ന് വിചാരിച്ചു ഡെയിലി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്താ പറയാ, 10 ലോട്ടുകൾ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് 5000 വെച്ച് ഡെയിലി ഉണ്ടാക്കായിരുന്നു. 5000 വെച്ച് ഡെയിലി ഉണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഒരു വർഷത്തിലെ ഒരു മാസത്തിൽ നമുക്ക് 24 ദിവസം ട്രേഡിംഗ് ഉണ്ട്. 24 ദിവസം ട്രേഡിംഗ് പറയുമ്പോൾ ഒരു 10-12 1,50,000 രൂപ 1,50,000 രൂപ ഒക്കെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ എത്ര 50,000 അതിന് 1,50,000 രൂപ മാസത്തിൽ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ എവിടെന്നെങ്കിലും കടം വാങ്ങും. ഒന്നില്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കും, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കടം വാങ്ങും. എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് ആ കാശ് മൊത്തം നിങ്ങളിൽ നിന്ന് പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ സ്റ്റുഡന്റിൽ തന്നെ എന്താ പറയുക, ഫസ്റ്റ് കോൾ ചെയ്ത സമയത്ത് 50 ലക്ഷം വരെ നല്ല ലൈബിലിറ്റി ഉണ്ടായിരുന്നു കടം വാങ്ങിയ കാശ്. അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ച് സാർ ഇപ്പൊ 1 കോടി രൂപയായി എന്ന് പറയും. എന്നിട്ട് 1 കോടി രൂപ ആയതിനു ശേഷം ആളെന്താ പറയുക വേറൊരു തീരുമാനം എടുത്ത് നമ്മൾ പോയില്ല. ഓപ്ഷൻ ബൈയും അതേപോലെ തന്നെ ഈ FOP സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ എന്താ പറയുക റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ക്യാപിറ്റലിന്റെ ഒരു പ്രശ്നം തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു രീതിയിൽ എന്താ പറയാ, ഓക്കെ സർ, ട്രേഡിംഗ് ഫീൽഡിൽ ഫിനാൻഷ്യൽ പ്രോഫിറ്റബിൾ ആവാൻ എത്ര ഇയർ എടുക്കും? അത് ഞാൻ പറയാം. അത് നമുക്ക് എത്ര എടുക്കുന്ന ഞാനിപ്പോ 8 വർഷം എന്താ പറയുക ഈ ഫീൽഡിലുണ്ട്. അതിൽ തന്നെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പ്രോഫിറ്റ് ലെവലിലേക്ക് കയറി തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ ഞാൻ എന്തായാലും വിലക്ക് വെച്ച് നിർത്തിയതാണ്. ഈ പരിപാടിയെ ഞാൻ നിർത്തിയതായിരുന്നു. നിർത്തിയിട്ട് ഞാൻ രണ്ടാമത് റീഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്താ പറയാ ഇതായി. അതൊക്കെ ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആരോ ഒരു മെസ്സേജ് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. റിസ്ക് ആൻഡ് എന്താ പറയാ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും. മനസ്സിലല്ലേ? ഈ റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, അതേപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ. റിസ്ക് റിവാർഡ് റേഷ്യോ ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. റിസ്ക് റിവാർഡ് റേഷ്യോ, റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, അതേപോലെ തന്നെ എന്താ സ്റ്റോപ്പ് ലോസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ ആൾക്കാർ, പക്ഷെ ഇതൊന്നും നമുക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല. നിങ്ങൾ യൂട്യൂബിൽ പല വലിയ ആൾക്കാരുടെ വീഡിയോസ്, ഹിന്ദി ആയിക്കോട്ടെ വേറെ ഭാഷകളായിക്കോട്ടെ ഇംഗ്ലീഷുകാരായിക്കോട്ടെ പല വീഡിയോസ് നിങ്ങൾ റിസ്ക് മാനേജ്മെന്റ്, റിസ്ക് റിവാർഡ് റേഷ്യോ, മണി മാനേജ്മെന്റ്, സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ നമുക്കത് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നേ വരെ ഒരാൾക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലേ? ഈ റിസ്ക് മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം? നമുക്കൊരു എല്ലാവരും പറയും ഒരു 1 ലക്ഷം ക്യാപിറ്റലുള്ള ആൾക്കാരാണെങ്കിൽ 10% മാത്രമേ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 10% മാത്രമേ ഓപ്ഷൻസിലേക്ക് ഇടാൻ പാടുള്ളൂ, ഓപ്ഷൻ ബൈ ഇടാൻ പാടുള്ളൂ. സെല്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ക്യാപിറ്റലിന്റെ 90% ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. യെസ് ഓർണോ? റിസ്ക് മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് പറയാമോ? യെസ് ഓർണോ എന്ന് പറയാമോ? ഷിബീർ പറഞ്ഞു യെസ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ്?
എല്ലാരും യെസ് തന്നെയാണോ അല്ല നോ ഉണ്ട്? ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എന്തൊക്കെ പറയാട്ടോ? ഓക്കെ, ദിനേശ്, നൗഷാദ്, ഓക്കെ, യെസ്, താങ്ക് യു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത്? Yes. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ ഒരു ലിസ്റ്റിലേക്ക്? എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആഡ് ചെയ്തോ? എന്താണ്? എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. നമുക്കറിയില്ല എവിടെ എന്ത് എടുക്കണം എന്നറിയില്ല, എവിടെ ടാർഗറ്റ് വെക്കാൻ അറിയില്ല, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ അറിയില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, 1 രൂപ നിങ്ങൾ ലാഭം എടുക്കുമ്പോൾ 1.5 രൂപ അറ്റ്ലീസ്റ്റ് 1 രൂപയുടെ കിട്ടണം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ, 75 പൈസ എത്തിയിട്ടായിരിക്കും തിരിച്ച് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോകുന്നത്. 75 അല്ലെങ്കിൽ 80 പൈസ. അപ്പൊ നമ്മളത് പ്രശ്നം, 80 പൈസ എടുത്താൽ മതിയായിരുന്നു എന്ന് നമ്മൾ എന്താ പറയുക പറയും. മനസ്സിലായില്ലേ? ആ ഒരു രീതിയിൽ നമുക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ എൻട്രി എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ ഇല്ല ടാർഗറ്റ് സെറ്റ് ചെയ്യണം അറിയില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതിനോടൊപ്പം? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ്, 2 പോയിന്റ്, എത്ര പോയിന്റ് ആണെങ്കിലും നിങ്ങൾ പറഞ്ഞു. ആഡ് ചെയ്യാൻ ആഗ്രഹിക്കണ്ട? ഇതിൽ ആഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ സർ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ആ, നമ്മളിപ്പോ ഇനീഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഒരു ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചില സമയത്ത് നമുക്കൊരു എറർ പറ്റും. ലൈക്ക് ഇവിടെ പുട്ട് സെല്ലിനോട് തമ്മിൽ ചിലപ്പോ മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പഠിച്ച സുരക്ഷരത്തന്നല്ലേ? അതെ അതെ അതെ, പഠിച്ചിട്ട് സ്ഥലത്തല്ല, പഠിച്ചു വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അതല്ല കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്, അതല്ല. അതെ. ഇത് നമ്മളെ സ്ട്രാറ്റജി ക്ലാസ് അല്ല, ഇത് അയ്യോ, നമ്മള് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അതെയോ? അതെ, ഞാൻ അപ്പൊ ഇത് ഫ്രൈഡേ ഉള്ള ഇതല്ലേ? ലൈക്ക് അത് അത് നാളെയാണ് ഇതിന്റെ ക്ലാസ്. അതെയോ? അയ്യോ, അത് സോറി. നാളെ. ഓക്കെ ഞാൻ അത് വിചാരിച്ചിട്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഇതില് നമ്മള് ഇതല്ല നമ്മുടെ ക്ലാസ്, അല്ലെങ്കിൽ ഇന്റർ ക്ലാസ് ആണ്. ഓക്കെ, ഇനീഷ്യൽ, ഓക്കെ, ഫൈൻ ഫൈൻ. ക്ലാസ്. ഓക്കെ ഓക്കെ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ക്ലാസ് ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തെങ്കിലും ആഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഓൾ റൈറ്റിലെ AR അടിച്ചേ. ഓൾ റൈറ്റിനുള്ള AR ടൈപ്പ് ചെയ്ത് എല്ലാവരും AR ടൈപ്പ് ചെയ്യും. ഓൾ റൈറ്റിലെ AR ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ആഡ് ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ്. AR, അനൂപ്, നൗഷാദ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആഡ് ചെയ്യണം. ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ എന്താ പറയാ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രേഡിങ്ങിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. നിങ്ങളെ പേടി, ആൻസൈറ്റി അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ്, ടൈം, കാത്തിരിക്കണ പ്രശ്നം, അല്ലെങ്കിൽ എന്താ പറയുക വെയിറ്റിംഗ് പീരീഡ്, ലാക്ക് ഓഫ് നോളജിൽ അറിയായ്മ, ടെൻഷൻ, ഫിയർ, അതുപോലെ തന്നെ എന്താ പറയുക ഹാർട്ട് ബീറ്റ്, അങ്ങനത്തെ സംഭവങ്ങൾ, ക്യാപിറ്റൽ എന്താ പറയുക പ്രോബ്ലം ഇല്ലാതാവാം, റിസ്ക് മാനേജ്മെന്റ്, റിവാർഡ്, മാനേജ്മെന്റ്, ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ട്രേഡിങ്ങിൽ നിന്ന് ഞാൻ മായ്ച്ചു കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇല്ല, നോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആവോ? യെസ് ഓർ നോ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തോട്ടെ, എന്തെങ്കിലും വേണമെങ്കിൽ. ഇത്രയും കാര്യങ്ങൾ ഞാൻ നോ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, നിങ്ങൾ ബോധേഡ് ആവണ്ട. നോട്ട് ബോധേഡ് എന്നാണ് എഴുതിക്കോ. നോട്ട് ബോധേഡ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആവോ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ എന്താ പറയാ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ, സെക്കൻഡ് ഡ്രിങ്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടോ? ഇല്ല? യെസ് ഓർ നോ? നൗഷാദ് പറഞ്ഞ് യെസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരും പറഞ്ഞ ഇതിന് എനിക്ക് ഒട്ടുമിക്ക എല്ലാവരെയും ആൻസർ വേണം. യെസ്, നൗഷാദ് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറയണം. ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് പറഞ്ഞോ കേട്ടോ. ഇത്രയും ഇനി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തോ. നിങ്ങൾക്ക് ആലോചിക്കണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തോ. അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പറ്റുമെന്ന് പറയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറ്റില്ല എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ, ഈ ആഡ് ചെയ്ത കാര്യങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ട്രേഡിലും, നമ്മളെ ഈ ഒരു FOPന്റെ ട്രേഡിൽ ഇത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ദിനേശൻ എസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ
ഓക്കെ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഫിനിഷ്യൽ സുബിൻലാൽ പറഞ്ഞ പേസ്. ഓക്കെ, സുബിൻലാൽ, താങ്ക് യു. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ എന്താണ്, ഇത്രയും സംഭവങ്ങൾ നമ്മൾ FOP-യിൽ വേണ്ടാന്ന് വെച്ചേക്കാണ്. നമുക്ക് ഫിയർ ലോസ് ഇല്ല, നമുക്ക് മിനിമം ലോസേ ഉള്ളൂ. അത് ഞാൻ എത്ര കാര്യങ്ങളൊക്കെ പറയാം. എക്സൈറ്റ്മെന്റ്, നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താവും എന്നുള്ള എക്സൈറ്റ്മെന്റ് ആവശ്യമില്ല. നമുക്ക് അതൊക്കെ നമ്മൾ ആദ്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ട്രേഡിലേക്ക് ചെയ്യുന്നത്. പിന്നെ ടൈം ആൻഡ് വെയിറ്റിംഗ്, ഫസ്റ്റത്തെ ഒരാഴ്ച ചിലപ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഒരാഴ്ച നിങ്ങൾ എന്താ പറയുക ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, എന്താ സംഭവിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയും. അതുകൊണ്ടാണ് ടൈമും വെയിറ്റിംഗ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ എത്ര പേര് എന്താ പറയാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് ചിലപ്പോൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എവിടെയെങ്കിലൊക്കെ കയറി എൻട്രി ചെയ്തിട്ട് ലോസ് ഉണ്ടാക്കി. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ടൈം പീരീഡ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരണം എന്ന് പറയുമ്പോൾ ഒരു 5 to 10 മിനിറ്റ്സ്, 5 to 10 മിനിറ്റ്സ് നമുക്ക് ചിലപ്പോൾ വെയിറ്റിംഗ് പീരീഡ് വേണ്ടി വരും. അത്രേ ഉള്ളൂ. ആ വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾ ഓക്കെ ആണോ? 5 to 10 മിനിറ്റ്സ് നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഓക്കെ ആണോ? എല്ലാവരും യെസ് എന്ന് പറഞ്ഞേ. 5 to 10 മിനിറ്റ്സ് വെയിറ്റിംഗ് പീരീഡ് മാത്രമേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തോടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. നൗഷാദ്, അനീഷ്, അനൂപ്, നൗഷാദ്, ദിനേശൻ. ഓക്കെ, ഫൈൻ. സുബിൽ, ഓക്കെ. അത്രയും നമുക്ക് ഒരു 5 to 10 മിനിറ്റ് വരെ മാക്സിമം വെയിറ്റിംഗ് പീരീഡ് ഉള്ള, അതിന്റെ അപ്പുറത്തുള്ള. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ടൈം ഒരു പ്രശ്നമല്ല. ടൈം പറഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആവുന്നത്. നിങ്ങൾ രാവിലെ 9:30 ഫ്രീ ആവുന്നുണ്ടെങ്കിൽ 9:30 ട്രേഡ് എടുക്കാം. 10 മണിക്കാ ഫ്രീ ആവുന്നെങ്കിൽ 10 മണിക്ക്, നിങ്ങൾ 12 മണിക്കാ ഫ്രീ ആവുന്നെങ്കിൽ 12 മണി, നിങ്ങൾ ഉച്ചക്ക് 2 മണിക്കാണ് ഫ്രീ ആവുന്നുണ്ടെങ്കിൽ 2 മണിക്ക്. നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത്, ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ ഒരു 5 to 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി ഒരു ദിവസം. പക്ഷെ മാർക്കറ്റ് അവേഴ്സിൽ നിങ്ങൾ ഫ്രീ ആവണം. 9:15 തൊട്ടിട്ട് 3:30 അല്ലെങ്കിൽ 3:15 ഉള്ളിലായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 5 to 10 മിനിറ്റ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അത്രയും എന്താ പറയുക, പിന്നെ ലാക്ക് ഓഫ് നോളജ്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ ചാർട്ട് തുറക്കേ വേണം. ഈ FOP സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ചാർട്ട് തുറക്കണ്ട. ചാർട്ട് തുറക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് എന്താ പറയുക ഹാപ്പിയാണ്. ഹാപ്പിയാണ് ഒരു H ടൈപ്പ് ചെയ്ത് ചാർട്ട് തുറക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം. ചാർട്ട് തുറന്നിട്ട് അവിടെ പല ക്യാൻഡിൽസ് ഉണ്ടാവും. ചിലപ്പോൾ എന്താ ബോഡി ചെറുത്, വിക്ക് വലുത്, എന്താ പറയുക മൊറഗോസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻവെർട്ടർ ഹാമർ ഉണ്ടാവും. അതേപോലെ മോർണിംഗ് സ്റ്റാർ, അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഈ സാധനം പിന്നെ അതിന് പുറമെ ഇൻഡിക്കേറ്റേഴ്സ് വേറെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. RSI, അതേപോലെ തന്നെ VWAP, കുറെ മൂവിങ് ആവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മൂവിങ് ആവറേജ് അതിന് പുറമെ നിങ്ങൾക്ക് ട്രയാങ്കിൾ പാറ്റേൺ, ഇതൊക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നേ വരെ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഏതൊരു എനിക്ക് തോന്നുന്നു മെന്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രാറ്റജി ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒട്ടുമിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും ഈ സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നതിന്റെ ഒരു സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഓപ്ഷൻ ബൈങ് ആയിക്കോട്ടെ, ഇക്വിറ്റി ക്യാഷ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഏതെങ്കിലും ഓപ്ഷൻ സെല്ലിങ്സ് ആയിട്ട് എല്ലാത്തിനും നമുക്ക് എന്താണ് ഒരു കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ മറ്റു സ്ട്രാറ്റജികൾക്കെല്ലാം നമുക്ക് ഒരു എന്താ പറയാ ചാർട്ട് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുകയൊക്കെ വേണം. ചാർട്ട് എന്താണ് ഏതെന്നൊക്കെ അറിയണം. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിയിൽ FOP എന്ന് പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾ ചാർട്ട് തുറക്കേ വേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സീറോ നോളജിൽ പോലും നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3+ മന്ത്സും കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യം. കാരണം സീറോ നോളജിൽ പോലും ആകെ നമുക്ക് ഒരു ചെറിയൊരു നോളജ് വേണം. അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓപ്ഷൻ ചെയിൻ എന്താണെന്ന് അറിയണം. നമ്മൾ FOP ചെയ്യുന്നത് ഓപ്ഷൻസിലാണ്. ഓപ്ഷൻ ചെയിൻ എന്താണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി. ആ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അത് പഠിപ്പിക്കേണ്ട അറിയാത്ത ആൾക്കാർ നമ്മൾ പഠിക്കണം. ആ ഒരൊറ്റ സാധനം മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ചാർട്ട് തുറക്കേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പൊ അനൂപ് ഹാപ്പി അടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഹാപ്പിയാണോ? ചാർട്ട് തുറക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ, കാരണം ചാർട്ട് തുറന്ന് അവിടെ ഒരു എൻട്രി കാത്തിരുന്ന് എടുക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. ആ ചാർട്ട് തുറക്കണ്ടെന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. മനസ്സിലായി? അപ്പൊ ചാർട്ട് തുറക്കണ്ട. അതേപോലെ തന്നെ ടെൻഷനും ഹാർട്ട് ബീറ്റും നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരാഴ്ചയൊക്കെ ഉണ്ടാവും. 1-2 ആഴ്ചയൊക്കെ നിങ്ങൾക്ക് ടെൻഷനും ഹാർട്ട് ബീറ്റും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഗോയിങ് ഫോർവേഡ് നമുക്ക് ആ ടെൻഷനും ഹാർട്ട് ബീറ്റും ഇല്ല. കാരണം നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എവിടൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എത്രയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ടെൻഷനും ഹാർട്ട് ബീറ്റും നമുക്കില്ല. അതേപോലെ തന്നെ ക്യാപിറ്റൽ, നമുക്ക് ചില എന്താ പറയുക ക്യാപിറ്റൽ പ്രശ്നം, അങ്ങനത്തെ ക്യാപിറ്റൽ പ്രശ്നത്തെ നമ്മളോട് സോൾവ് ചെയ്യാം. അതിന്റെ കാര്യം ഞാൻ പറയാം.
റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്, ഇത് വലിയൊരു ഘടകമാണ്. റിസ്ക് മാനേജ് ചെയ്യാനും മണി മാനേജ് ചെയ്യാനും നമുക്ക് എന്താ പറയാ വലിയ പാടാണ്. കാരണം നിങ്ങൾക്ക് ഒരു 5 സ്റ്റോക്കിലേക്ക് അല്ലെങ്കിൽ 5 എന്താ പറയാ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ എൻട്രി ചെയ്യണം, ഏത് സ്ട്രൈക്ക് എടുക്കണം, അതിന് തന്നെ ആ സ്ട്രൈക്ക് തന്നെ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. റിസ്ക് മാനേജരും മണി മാനേജരും എല്ലാം നമ്മൾ ആ ഒരു ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര നിങ്ങൾ മണി മാനേജ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റൂൾ മാത്രം ഫോളോ ചെയ്യണം. നമുക്കൊരു 3 റൂൾസ് ഉണ്ട്. 3 റൂൾസ് ഉണ്ട്. ഈ റൂൾ മാത്രം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും വരും. എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, ഇതൊക്കെ എന്താ പറയില്ല. സ്റ്റോപ്പ് ലോസ് ഇവിടെ നമുക്ക് ഇല്ല. ലോസും എന്താ പറയുക, സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്താ പറയാ, സ്റ്റോപ്പ് ലോസ് ഇല്ല ഇവിടെ. നമുക്ക് എന്താണ്, നോ സ്റ്റോപ്പ് ലോസ്. കാരണം അതേപോലെ തന്നെ നോ ലോസ് ആണ് നമുക്ക് വരുന്നത്. ലോസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എല്ലാം റിസ്ക് റിവാർഡ് റേഷ്യോയിലേക്ക് കിടക്കാം. നമുക്ക് എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുള്ളത് നമുക്ക് കിടക്കാം. ഇത്രയും ഒരു സംഭവം നിങ്ങൾക്ക് എന്താ പറയാ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിയാണോ? ഹാപ്പി ആണെങ്കിൽ എന്താ പറയാ, വെരി ഹാപ്പി അല്ലെ VH ടൈപ്പ് ചെയ്യും. നിങ്ങൾ വെരി ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ VH ടൈപ്പ് ചെയ്യുക എല്ലാവരും. VH നൗഷാദ് VH ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഓക്കെ, അനൂപ് VH ടൈപ്പ് ചെയ്തു. ഓക്കെ ഓക്കെ, ബാക്കി എല്ലാ ആൾക്കാരും VH തന്നെ ആയിരിക്കും. ദിനേശൻ VH. ഓക്കെ, താങ്ക് യു ഓൾ. ഇത്രയും സംഭവങ്ങൾ ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഇത്രയും സംഭവങ്ങൾ നമ്മൾ FOP സ്ട്രാറ്റജിയിൽ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇതിനുള്ള ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നത്, നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ. റിസ്ക് റിവാർഡ് റേഷ്യോന് മുമ്പ് FOP-നെ കുറിച്ച് ഞാനൊന്ന് പറയാം. FOP എന്താണ്? FOP എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഞാനായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്. ഇത് ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഓൾമോസ്റ്റ് 2+ ഇയേഴ്സ്, ഓൾമോസ്റ്റ് എനിക്ക് 2+ ഇയേഴ്സിന്റെ എൻ്റെ ഒരു എന്താ പറയാ ഇതാണ് എഫേർട്ട് ആണിത്. അതിൽ തന്നെ എന്താ പറയാ 2.5 ലാക്ക് പ്ലസ് ലോസ് ചെയ്യാണ് അതിൻ്റെ അകത്ത്. എന്റെ ലോസ് അത് ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റിയത്. ലോസ് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എനിക്ക് ഒരു 2.5 ലക്ഷത്തിന്റെ മേലെ ലോസ് ഈ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. ഈ സ്ട്രാറ്റജിയിൽ ഞാൻ നിങ്ങൾ നേരത്തെ ശുദ്ധീർ പറഞ്ഞ പോലെ തന്നെ പേപ്പർ ട്രേഡ് ആണ് ഞാൻ ആദ്യം ചെയ്തത്. പേപ്പർ ട്രേഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ലോട്ടില് ഞാനിപ്പോ ഈ സ്ട്രാറ്റജി പേപ്പർ ട്രേഡ് ചെയ്തപ്പോൾ ഞാനൊരു 10 ടൈപ്പിലാണ് ആദ്യം ചെയ്തത്. 10 ടൈപ്പിലാണ് ഞാൻ ആദ്യം ചെയ്തത്. 10 ടൈപ്പ് ചെയ്തതിൽ ഞാൻ ലാസ്റ്റ് 4 ടൈപ്പിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു. 4 ടൈപ്പിലേക്ക് കൊണ്ടതിന് ശേഷമാണ് ഞാൻ റിയൽ ട്രേഡ് എടുക്കാൻ തുടങ്ങിയത്. അത് ഞാൻ 4 ടൈപ്പിലാണ് റിയൽ ട്രേഡ് എടുത്തത്. 4 ടൈപ്പിലും റിയൽ ട്രേഡ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പേപ്പർ ട്രേഡിന്റെ സമയത്ത് ഈ 4 ഞാൻ ചൂസ് ചെയ്തതിന്റെ കാര്യം വെച്ചാൽ 4 എനിക്ക് എന്താ പറയാ, ഓൾമോസ്റ്റ് എനിക്ക് എന്താ പറയാ 20% പെർ വീക്ക്. എനിക്ക് ഒരാഴ്ചയിൽ 20% പേപ്പർ ട്രേഡിൽ കിട്ടുന്നുണ്ടായിരുന്നു. ആ 20% പേപ്പർ ട്രേഡിൽ എനിക്ക് 20% പ്രോഫിറ്റ് കിട്ടിയ സാധനത്തിൽ എങ്ങനെ എനിക്ക് 2.5% ലോസ് വന്നു? പേപ്പർ ട്രേഡിൽ 20% ഓരോ ആഴ്ചയിലും എനിക്ക് എന്താ പറയുക കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പേപ്പർ ട്രേഡിൽ എനിക്ക് 20, 15, 20, 10ന്റെ മേലൊക്കെ ഏറ്റവും കുറഞ്ഞ 10ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. 10, 20 ആയിട്ട് എനിക്ക് ആഴ്ചയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് പേപ്പർ ട്രേഡിൽ. റിയൽ ട്രേഡിലേക്ക് വന്നപ്പോൾ എനിക്ക് 2.5 ലക്ഷം ലോസ് ആയി. അതാണ് ഞാൻ പേപ്പർ ട്രേഡും റിയൽ ട്രേഡും തമ്മിൽ വ്യത്യാസം പറഞ്ഞത്. മനസ്സിലായില്ലേ? അന്ന് ഞാൻ റിയലൈസ് ചെയ്താണ് പേപ്പർ ട്രേഡും നമ്മൾ ഫുള്ള് വിശ്വസിക്കാൻ പാടില്ല, ലൈവ് ട്രേഡ് തന്നെ ചെയ്യണം. ഞാൻ പേപ്പർ ട്രേഡ് ചെയ്ത് അതിനനുസരിച്ച് എന്താ പറയുക 4 ഇതിലും സെറ്റപ്പിലും ട്രേഡ് ചെയ്ത് എന്നിട്ട് അവസാനം ഒരു ടൈപ്പിലേക്ക് ഫൈനലൈസ് ചെയ്തു. 1 ടൈപ്പിലേക്ക് ഞാൻ ഫൈനലൈസ് ചെയ്തു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പേപ്പർ ട്രേഡും റിയൽ ട്രേഡും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞത്. ഓക്കെ, ഇത് ഇത്രയും ഒരു എഫേർട്ട് ആണ് എന്റെ ഈ FOP-യിലുള്ളത്. ഈ FOP-ന്റെ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു എഫേർട്ട് 2 വർഷം ഞാൻ ഈ ഒരു സ്ട്രാറ്റജിക്ക് എടുത്തു. അതേപോലെ തന്നെ 2.5 ലക്ഷം ലോസ് കിട്ടി. ഈ ഒരു ലോസും ഈ ഒരു എഫേർട്ടും ആണ്, ഈ ഒരു ടൈം പീരീഡും ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എന്താ പറയാ ഈ ഒരു FOP എന്നുള്ള സ്ട്രാറ്റജി ഒരു പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് പ്ലഗ് ആൻഡ് പ്ലേ എന്ന് അറിയുന്നത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ FOP-യിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. FOP-യിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ FOP നിഫ്റ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നിഫ്റ്റി 50-ലാണ് നമ്മൾ FOP ട്രേഡ്സ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഓപ്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്ഷൻസ് ആണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഓപ്ഷൻ സെല്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ സെല്ലിംഗിൽ നമുക്ക് എന്താ പറയുക, ക്യാപിറ്റൽ കൂടുതൽ വേണം. ആ ക്യാപിറ്റലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ക്യാപിറ്റൽ കുറക്കുന്നത്, എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഓപ്ഷൻ സെല്ലിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നിഫ്റ്റി 50 ആണ്, ഓപ്ഷൻസ് ആണ്. പിന്നെ നമുക്ക് എന്താണ്, ലോസ് സ്റ്റോപ്പ് ലോസ് ഇല്ല. സ്റ്റോപ്പ് ലോസ് ഇല്ല. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ല നമുക്കില്ലാത്ത. അപ്പൊ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ FOP നെ കുറിച്ചുള്ളത്. FOP ഉള്ള ഇതിന്റെ എന്താ പറയാ, റിസൾട്ട് നമുക്ക് വീക്കിലി ആണ്, ഒരാഴ്ചയിലാണ്. എന്ന് വെച്ചാൽ ഒരാഴ്ച എന്ന് പറയുമ്പോൾ നിഫ്റ്റിയുടെ മൺഡേ ടു തേഴ്സ്ഡേയിലാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് വരുന്നത്. മൺഡേ നമ്മൾ എൻട്രി ചെയ്യും. ഇതിൽ നമുക്ക് എന്താണ്, ഇൻട്രാഡേ ഉണ്ട്, ഇൻട്രാഡേ ആൻഡ് ഹോൾഡിംഗ് ട്രേഡ്സ്. നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്, ഹോൾഡിങ്സ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ എന്താ പറയുക ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ നമുക്ക് എന്താണ്, മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്തോട്ടെ, നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് അല്ല, ഇന്ന് മാർക്കറ്റ് താഴോട്ടാണോ ഇന്ന് മാർക്കറ്റ് മുകളിലോട്ടാണോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഡയറക്ഷൻ അറിയില്ല, നമുക്ക് ഡയറക്ഷൻ അറിയാത്ത രീതിയിലാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റ് താഴെ പോയാലും നമുക്ക് വിഷയമില്ല, മാർക്കറ്റ് മുകളിൽ പോയാലും നമുക്ക് വിഷയമില്ല. അതുകൊണ്ട് തന്നെ ആ മാർക്കറ്റ് താഴെ പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, മാർക്കറ്റ് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് 3 റൂൾസ് ഉള്ളത്. ആ റൂൾസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സക്സസ് റേഷ്യോ വരും. മനസ്സിലായില്ലേ? ഇനി ഇത്ര കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളെ പ്രശ്നങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഓരോ കാര്യമായിട്ട് ഞാൻ ഒന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഈ 3 റൂള് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ സോൾവ് ആവും. മനസ്സിലായി? നിങ്ങൾക്ക് അവിടെ വന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ആവും ഈ ഒരു 3 റൂള് പഠിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇതാണ് നമ്മൾ FOPന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഒരാഴ്ചയിൽ നമുക്ക് റിസൾട്ട് വരുന്നത് മൺഡേ ടു തേഴ്സ്ഡേ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള, നിങ്ങൾ കാത്തിരിക്കേണ്ട സംഭവം റിസ്ക് ആൻഡ് റിവാർഡ്. മനസ്സിലായില്ലേ? റിസ്ക് റിവാർഡ് ഇവിടെ റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദ വീക്ക് നമുക്ക് ഒട്ടുമിക്ക എല്ലാ ആഴ്ചകളിലും നമുക്ക് എന്താണ്, റിസ്ക് റിവാർഡ് റേഷ്യോന്റെ മുമ്പ് നമുക്ക് എന്താ പറയാ, മൂന്ന് മാർക്കില്ല, റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്ക് എന്താണ്, 0% റിസ്ക്, റിവാർഡ് 2.5%. മനസ്സിലായി? 2.5% റിസ്ക് റിവാർഡ് റേഷ്യോ. ഇതില് ഇപ്പൊ നമ്മള് ഈ പുതിയ സെബിന്റെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇത് തന്നെയായിരുന്നു നമ്മളെ റിസ്ക് റിവാർഡ് റേഷ്യോ. ഇപ്പൊ നമുക്ക് ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് റിസ്കിൽ ചെറിയൊരു വ്യത്യാസം. കാരണം ഇപ്പൊ നമുക്ക് ഭയങ്കര ഇന്നത്തെ മാർഗം ഈ ആഴ്ച നോക്കി അറിയാൻ പറ്റും. 24,700 സ്റ്റാർട്ട് ചെയ്തത്, സാധനം ഇറങ്ങി വന്ന് ഇന്ന് 23,900 നമ്മൾ എൻഡ് ചെയ്തേക്കുന്നത്. 850 വരെ താഴെ പോയി, എന്നിരുന്നാലും നമുക്ക് എൻഡ് ചെയ്തപ്പോൾ 950 ആ റേഞ്ചിലാണ് എൻഡ് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ഒരു ഭയങ്കര വോളറ്റൈൽ മാർക്കറ്റ് ഇപ്പൊ പല ദിവസങ്ങളിൽ വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചില ആഴ്ചകളിൽ നമുക്ക് മാക്സിമം റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു ലോട്ട്, ഇവിടെ ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത്, അവിടെ നമുക്ക് ലോട്ടിലാണ് ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾക്ക് ഒരു ലോട്ടിൽ 500 റുപ്പീസിന്റെ ഒരു ലോസ് വരും, അല്ലെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ 500 and 1000. 500 to 1000 ഒരാഴ്ചയിലുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ദിവസമല്ല, ഞാൻ പറഞ്ഞു ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 500 to 1000 മാക്സിമം ലോസ് വരാൻ പറ്റും. അതും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പുതിയ ഇങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമൊക്കെ നമ്മളെ പഠിപ്പിക്കും. ഇതും എന്നിരുന്നാലും ചില ആഴ്ചകളിൽ നമുക്ക് വരും. ഇന്നത്തെ ഇത്രയും വളർച്ചയായിട്ട് പോലും നമുക്കൊരു എന്താ പറയുക 500 റേഞ്ചിൽ ലോസ് വന്നിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഈ ആഴ്ച നമുക്കൊരു 500 അടുക്കായിട്ട്, നിയർലി 500 ആയിട്ട് നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. മനസ്സിലല്ലേ? ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ നിയമം പ്രകാരം നമുക്ക് മന്ത്ലി 4 വീക്സിൽ മന്ത് ഉണ്ട്. 4 വീക്സിൽ മന്തിൽ ഒരു 4 ആഴ്ചയുണ്ട്. 4 ആഴ്ചയിൽ ഒരാഴ്ചയിൽ നമുക്കിപ്പോ ലോസ് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് ഞാൻ ജെന്യൂൻ ആയിട്ട് പറയുന്നതാണ്. കറന്റ് സ്റ്റാറ്റസ് ഒരാഴ്ചയിൽ ലോസ് പോകുന്നുണ്ട്, ഒരാഴ്ചയിൽ നമുക്ക് ഹെവി പ്രോഫിറ്റ് ഉണ്ട്.
ഹെവി പ്രോഫിറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വലിയ പ്രോഫിറ്റ് ഒന്നല്ല കേട്ടോ. നമ്മൾ പറയുന്ന 2.5%, ഇത് ഒരു 5%, 4% ഒക്കെ ആവുന്നത്. ഓക്കെ, 4%, 5%. കഴിഞ്ഞ ആഴ്ച നമുക്ക് 5% പ്ലസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ച നമുക്കൊരു 500 രൂപേന്റെ അടുക്ക് ലോസും വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 2 ആഴ്ച നമ്മൾ 2.5% നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പൊ ഒരു മാസം ഇപ്പൊ നമ്മൾ ആ പുതിയ റൂളിന് ശേഷം നൽകി. ഇതിന് മുമ്പ് നമുക്ക് എന്താ പറയാ, നമുക്ക് ലോസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ ലോസ് സീറോ എന്ന് പറയാറുണ്ട്. നമുക്ക് സീറോ ആണ് മാക്സിമം റിസ്ക്. ഇപ്പൊ നമുക്ക് 500 രൂപ റിസ്ക്. നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോട്ടില് 1125 രൂപ. ഒരു ലോട്ടിൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 1000 നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം. കൺസിസ്റ്റന്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എത്ര പേരില്ലാത്ത ബിസിനസ് ഉണ്ട് എന്ന് പറയാമോ? ബിസിനസ് ആരെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു 100 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. 100 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്താ മാർക്കറ്റ് MRP അല്ല, 100 രൂപയാണ്. നിങ്ങളൊരു 5 രൂപ കുറച്ചാണ് വിൽക്കുന്നത്. മനസ്സിലായി? മാക്സിമം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന റേറ്റ് 100 രൂപ. നിങ്ങൾക്ക് ഒരു 20 രൂപ ലാഭം കിട്ടുന്നുണ്ട്. 20 രൂപ ലാഭം കിട്ടുമ്പോൾ നിങ്ങൾ അതൊരു 100 ക്വാണ്ടിറ്റി വിറ്റ് ഒരു മാസം 100 ക്വാണ്ടിറ്റി വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം ആ 100 ക്വാണ്ടിറ്റിയിൽ 20,000 രൂപ നമുക്ക് ആകെ 2,000 രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 2,000 രൂപ എനിക്ക് ഒരു മാസം പോരാ, എനിക്ക് ഒരു 20,000 രൂപ വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റിന്റെ വില കൂട്ടോ അല്ല ക്വാണ്ടിറ്റി കൂട്ടോ? ഒന്ന് പറയാമോ? പ്രൊഡക്റ്റിന്റെ വില 100 എന്നുള്ള 150 ആക്കോ, അതോ നിങ്ങൾ 100 പീസ് വിറ്റതിന് പകരം 1000 പീസ് വിൽക്കാൻ നോക്കും? ക്വാണ്ടിറ്റി കൂട്ടും. നൗഷാദ് പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റി കൂട്ടും. അതാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു 20 രൂപ വെച്ച് നമുക്ക് ലാഭം കിട്ടുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റി കൂട്ടണം. ക്വാണ്ടിറ്റി കൂട്ടണം. ഇവിടെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 1125 രൂപ കിട്ടുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് കിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ × 10 കൊടുക്കുക, × 100 കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. × 10 കൊടുത്താൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 11,000 രൂപ. × 100 കൊടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ നിങ്ങൾക്ക് 1,00,000 രൂപ. നിങ്ങളെ ചോദിച്ചാണത്. മനസ്സിലായില്ലേ? നിങ്ങളെ ചോദിച്ചാണത് എത്ര വേണമെന്നുള്ളത്. നിങ്ങൾക്ക് 11,000 വേണോ, 1,000 വേണോ, 1,00,000 വേണോ, 50,000 വേണോ, നിങ്ങളെ ചോദിച്ചാൽ. പക്ഷെ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് 1100. അപ്പൊ ഈ ഒരു കേസ് നോക്കിക്കോ. ഇവിടെ നിങ്ങൾ ലോസ് ഒരു 1,000 രൂപയുടെ ലോസ് തന്നെ കിട്ടിയെന്ന് വിചാരിച്ചോ. 1,000 രൂപയുടെ ലോസ്. അതേപോലെ തന്നെ 2 ആഴ്ച നമുക്ക് 1125 വെച്ചിട്ട് 2,250 രൂപ നമുക്ക് ഇവിടെ കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്താ ബാക്കി ഇവിടെ ഹെവി പ്രോഫിറ്റ് ആണ് ഇവിടെ. അപ്പൊ ഹെവി പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരാഴ്ചയിൽ നമുക്കൊരു 3,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. 3,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ അടുത്ത നമുക്കൊരു ആഴ്ചയിൽ 2,250 കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലാഭത്തിലാണോ? 5,250 നിന്ന് 1000 കുറച്ച് കഴിഞ്ഞാൽ 4,250 രൂപ നിങ്ങൾക്ക് ഒരു മാസത്തിൽ കിട്ടി. ഈ മാസത്തിൽ കിട്ടിയ 4,250 രൂപ നിങ്ങൾക്ക് 10 ടൈംസ് എന്ന് വെച്ചാൽ 10 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ 40,000 രൂപയായി. അതേപോലെ തന്നെ 40,000 അല്ലേ? അതല്ല, 10 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ 40,000 രൂപയായി. അതുപോലെ തന്നെ 100 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ 4,00,000 രൂപയായി. മനസ്സിലായില്ലേ? അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ഇവിടെ എന്താ പറയുക, ഓവർ ട്രേഡ് ചെയ്യുന്നില്ല. ഈ ഒരു റൂൾസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഓവർ ട്രേഡ് ചെയ്യാൻ യാതൊരു പരിധിയില്ല. നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ശ്രമിച്ചാലും ഓവർ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ പറ്റും, ഇതിൽ നിങ്ങൾക്ക് ഓവർ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ലോട്ട് സൈസ് കൂട്ടാം കുറക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മന്ത് എൻഡ് ആകുമ്പോൾ ഞാൻ എല്ലാ ആഴ്ച നമുക്ക് ലാഭം കിട്ടാം, എല്ലാ ആഴ്ച നമുക്ക് ഹെവി പ്രോഫിറ്റ് അങ്ങനെയൊന്നും പറയണില്ല. മന്ത് എൻഡിൽ നിങ്ങൾ ലാഭത്തിലായിരിക്കും. മന്ത് എൻഡിൽ നിങ്ങൾ ലാഭത്തിലായിരിക്കും. അറ്റ്ലീസ്റ്റ് ഈ ഒരു എമൗണ്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങളൊരു 3,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാണ്. അതിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. അതും കൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ മതി. 3,000 രൂപ നിങ്ങൾക്ക് എന്താ പറയാ മന്ത്ലി ക്യാപിറ്റല് 45,000 രൂപ. ഓർ ഒരു കാര്യം കൂടി ഞാൻ പറയാം, 45,000 രൂപ മുടക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 6,000 രൂപയിൽ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം 3,000 രൂപ നിങ്ങൾക്ക് എന്താ പറയാ ഒരു മാസത്തിൽ എടുക്കാൻ പറ്റും.
ഈ 6,000 രൂപ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഈ 45,000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഇപ്പൊ തന്നെ ലീവായിരുന്നു പല ആൾക്കാർ. നിങ്ങൾ 45,000 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് 45,000 ഒരു ലോട്ടിനാണ്. ഇതെല്ലാം പെർ ലോട്ടിനാണ്, മനസ്സിലായില്ലേ? അപ്പൊ 45,000 രൂപ ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 10 ലോട്ട് എടുക്കണമെങ്കിൽ 4 ലക്ഷം രൂപ വേണം. 100 ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 45 ലക്ഷം രൂപ വേണം. പക്ഷെ നമ്മളൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ലിവറേജ് തരുന്നുണ്ട്. ലിവറേജ് ഉൾപ്പെടെയായിട്ടാണ് നമുക്ക് ഈ 4,000 രൂപ സെയിം ട്രേഡ് ആണ് 3,000 രൂപയുടെ. ഇവിടെ നിങ്ങൾക്ക് 6,000 രൂപ മതി. അപ്പൊ 10 ലോട്ട് നിങ്ങൾക്ക് എത്ര വേണം? ഇവിടെ 4,500,000 ട്രേഡ് നമുക്ക് ഇവിടെ 60,000 രൂപയ്ക്ക് ചെയ്യാം. ഇവിടെ 45 ലക്ഷത്തിന്റെ ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ 6 ലക്ഷത്തിന് ചെയ്യാം. അത്രയൊന്നും 6 ലക്ഷത്തിന് ചെയ്യാം. ഓക്കെ, ഇത്രയും ലിവറേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇപ്പൊ ഈ 4 ലക്ഷത്തിൽ ഞാൻ അവിടെ നമുക്ക് മാക്സിമം ഒരു 10 ലോട്ട് വരെയൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് നമ്മൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രം. നമുക്ക് ക്യാപിറ്റൽ ഇല്ലാത്ത ആൾക്കാർക്ക് ക്യാപിറ്റൽ എടുക്കാം. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ 1 ഇയർ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് 1 ഇയർ മിനിമം നിങ്ങൾ ഇതിനകത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ വെറുതെ പഠിക്കാൻ വേണ്ടിയല്ല, ട്രേഡ് ചെയ്തിട്ട്, ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. ട്രേഡിങ്ങിന് നിങ്ങൾ ഒരു വർഷം എന്നോടൊപ്പം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഒരു വർഷം നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നോടൊപ്പം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾ ഏത് മെത്തേഡിൽ, നിങ്ങൾ പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും മാർഗം ആയിക്കോട്ടെ, എന്ത് മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. മനസ്സിലായി? ആ ഒരു പ്രോഫിറ്റ് കിട്ടി അതിലേക്ക് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളെ വിചാരിക്കുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം, അതേപോലെ തന്നെ മോർ പ്രോഫിറ്റും, അതേപോലെ തന്നെ സെക്കൻഡറി ഇൻകം അല്ല പ്രൈമറി ഇൻകം തന്നെ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ എന്താ പറയാ, നമ്മൾ ചില ആൾക്കാർ ചോദിച്ച പോലെ ട്രേഡിങ് നമുക്കൊരു എന്താ പറയാ ഫുൾ ടൈം ട്രേഡർ ആവാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർ അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ സ്ട്രാറ്റജി പഠിച്ച് ഒരു മാസം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലാഭമൊക്കെ കിട്ടി, പിറ്റേ മാസം നിങ്ങൾ പോയിട്ട് എന്താ പറയുക അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ മന്ത്ലി എടുത്ത് നിങ്ങൾ ഒരു വർഷം നിങ്ങൾ എന്താ പറയുക ഇത് മനസ്സിലാക്കി, നിങ്ങൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്താ പറയാ ബാക്കി ക്യാപിറ്റലൊക്കെ കൂട്ടുമ്പോൾ പയ്യെ പയ്യെ കൂട്ടി കൂട്ടി കൊണ്ടുവരണം. ഒറ്റയ്ക്ക് കൂട്ടാൻ പാടില്ല. നിങ്ങളൊരു അതിനൊക്കെ നമുക്ക് എന്താ പറയാ ആ റൂൾസിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കണം. സ്ട്രാറ്റജിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കണം. എന്താണ്, എങ്ങനെയാണ്, ഏതാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റിസ്ക് റിവാർഡ് അറിയാം. എന്താണ് FOP എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അതേപോലെ തന്നെ എന്താ പറയുക ലോസ് വളരെ കുറവാണ്. മിനിമം ലോസ് ആണ്. മുമ്പ് 0% ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് 0 ലോസ് അല്ല. നമുക്ക് ഈ ഒരു കണക്കിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മാസത്തില് ഒരാഴ്ചയിൽ ഒരു 1,000ന്റെ താഴെ ലോസ് ഉണ്ട്. ഒരാഴ്ചയിൽ നമുക്ക് ഹെവി പ്രോഫിറ്റ്, കഴിഞ്ഞ ആഴ്ച ഹെവി പ്രോഫിറ്റ് ആയിരുന്നു. ഈ ആഴ്ച നമുക്ക് ഒരു 1,000 താഴെ ലോസ് വന്നിട്ടുണ്ട്. ഒരു 500 to 600 700 800 ആ റേഞ്ചിൽ പ്രോഫിറ്റ് ലോസ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരാഴ്ച ഹെവി, ബാക്കി 2 ആഴ്ച നമുക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഈ ഒരു രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. 6,000 നിങ്ങൾ ക്യാപിറ്റൽ വിഷയമില്ല. 6,000 രൂപ മതി ക്യാപിറ്റല്. 45,000 രൂപ വേണം നമുക്ക് നോർമലി ട്രേഡ് ചെയ്യാനും ഡിമാറ്റ് അക്കൗണ്ടിൽ കാര്യങ്ങളെല്ലാം. 45,000 രൂപ വേണം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ 6,000 രൂപക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ സർ, സ്മോൾ ഇഷ്യൂ, ഐ വിൽ കം ബാക്ക്. ഓക്കെ ഫൈൻ ഫൈൻ, ശരി, ഓക്കെ. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇനി ഈ കോഴ്സ്, ഇതൊരു കോഴ്സാണ്. നമുക്ക് ഈ ഒരു FOP എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്താ പറയാ പഠിക്കാൻ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്? ഇപ്പൊ ഞാൻ ഷെയർ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ പറയാ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടു പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് എനിക്ക് എന്താ പറയുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പുതിയൊരു പേപ്പർ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ എന്താ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി FOP എന്ന് പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമില്ല പഠിക്കാനായിട്ട്? ആഗ്രഹമുള്ള ആൾക്കാർ ടൈപ്പ് ചെയ്ത ആഗ്രഹമുള്ള ആൾക്കാർ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ല. അതേപോലെ തന്നെ ലോസ് കുറവാ. ലോസ്
ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമേ ഞാനിപ്പോൾ ലോസ് കുറവെന്ന് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളങ്ങനെ പറയുന്നത് കാരണം നമുക്ക് അങ്ങനെ വരുന്നില്ല. ചിലപ്പോ ആ മന്ത്ലി ആ ഒരു ആഴ്ച പോലെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മന്ത് എൻഡ് ആകുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. 100%, 100 120%, 120% ഗ്യാരണ്ടിയാണ്. മനസ്സിലായില്ലേ? 120% ഗ്യാരണ്ടിയാണ്. ഓക്കെ, ദിനേശൻ പറഞ്ഞിട്ടുണ്ട്, ആയി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഉണ്ട്. ഓക്കെ. ഓൺലൈൻ കഴിഞ്ഞ ബാച്ച് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ ഓഫ്ലൈൻ ബാച്ചാണ് നമുക്കുള്ളത്. അത് കഴിഞ്ഞാൽ ഓൺലൈൻ വീണ്ടും വരും. നമുക്ക് ഓൺലൈനോ ഓഫ്ലൈനോ നമുക്ക് ഏത് മോഡ് ഓഫ് രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ പാലാരിവട്ടത്തായിരിക്കും ക്ലാസ് ഉണ്ടാവുക. പാലാരിവട്ടം ആയിരിക്കും നമ്മുടെ ക്ലാസ് ഓഫ്ലൈൻ വരുന്നത്. ഓൺലൈൻ നമുക്ക് ബാച്ചസ് മാസത്തിൽ 2 വട്ടമൊക്കെ ആയിട്ട് നമുക്ക് 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ബാച്ചസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഓൺലൈനിൽ നമുക്ക് ക്ലാസ് വരുമ്പോൾ 2 ദിവസം ഈവനിങ് ക്ലാസ് ഉണ്ടാവും. 2 days ഈവനിങ് ക്ലാസ് ഓഫ് അറൌണ്ട് 3 hours. അത് കഴിഞ്ഞിട്ട് 1 day 1 hour ലൈവ് ട്രേഡിംഗ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഓൺലൈനിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 days നമുക്ക് എന്താണ് ഓൺലൈൻ ലൈവ് സപ്പോർട്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഒരു ആഴ്ചയിൽ മൊത്തം ലൈവ് സപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് 1 day നമുക്ക് ഇവാലുവേഷൻ ക്ലാസ്. നിങ്ങൾക്ക് Q&A സെഷൻ. ഇവാലുവേഷൻ അല്ലെങ്കിൽ Q&A സെഷൻ. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഓഫ്ലൈൻ വരുമ്പോൾ 1 full day ഓഫ്ലൈൻ ക്ലാസ്. ബാലൻസ് എല്ലാം സെയിം ഇതേപോലെ തന്നെ. ബാക്കിയെല്ലാം നമുക്ക് ഈ ഫുൾ ഡേ നമുക്ക് എന്താ ഓഫ്ലൈൻ ക്ലാസ് വരുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഓൺലൈൻ. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ഓൺലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഓഫ്ലൈൻ വേണോ ഓൺലൈൻ വേണോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പാലാരിവട്ടം വരാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്താ പറയാ ഓഫ്ലൈൻ ചൂസ് ചെയ്യാം. ഇനിയിപ്പോ ഓൺലൈൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഇതില് നിങ്ങൾക്ക് എന്താ പറയാ നോ എക്സ്ട്രാ ഫീസ് ഫോർ റീഫ്രഷ്മെന്റ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളിത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഒന്നുമില്ല, എല്ലാത്തിനും അവൈലബിലിറ്റി മാത്രമേ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു കോഴ്സാണ് വരുന്നത്. ഇപ്പൊ ദിനേശൻ മാത്രമേ നമുക്കിപ്പോ പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ആണോ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഉത്തരം പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ ഇപ്പൊ ഇതിന്റെ കോഴ്സിന്റെ ഫീസും കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്താ പറയുക ഇവിടെ നിൽക്കാം, ഇല്ലാത്ത ആൾക്കാർക്ക് ലീവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ കോഴ്സ് നിങ്ങൾക്ക് ഫീസ് അറിഞ്ഞ് പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യണം. അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ലീവ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് ഈ ബാലൻസ് ഉള്ള സെഷൻ ഇത് മാത്രമേ 15 minutes കൂടി നമ്മുടെ സെഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ കോഴ്സ് ഫീസ് കാരണം ഇതിന്റെ റിട്ടേൺസ് നമുക്ക് നല്ല കൂടുതലാണ്. റിട്ടേൺസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. നമ്മൾ ക്യാപിറ്റൽ കുറവ് മതി നമ്മൾ പ്ലാറ്റ്ഫോമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ 6000 രൂപയിൽ നിങ്ങൾക്ക് ഒരു മാസം 3000 രൂപ വരെ മിനിമം കിട്ടിക്കഴിഞ്ഞാൽ പോലും 50% പ്രോഫിറ്റ് ആയി നിങ്ങൾ ഒരു മാസം. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, 2 മാസം കൊണ്ട് നിങ്ങൾ ക്യാപിറ്റൽ ഡബിൾ ആയി. 6 മാസം കൊണ്ട് ക്യാപിറ്റൽ എത്രയായി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ എന്താ പറയാ 2 മാസത്തിൽ ക്യാപിറ്റൽ ഡബിൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 6 മടങ്ങാവും നിങ്ങളുടെ ക്യാപിറ്റൽ. 6000 എന്നുള്ള ക്യാപിറ്റൽ നമുക്ക് എന്താ പറയാ ഒരു ഏകദേശം 6 മടങ്ങ് വരുമ്പോൾ 36,000 ആവും. 60,000 എന്നുള്ള ക്യാപിറ്റൽ നിങ്ങൾക്ക് ഒരു വർഷം 3,60,000 ആവും. 6 ലക്ഷം എന്നുള്ളൊരു ക്യാപിറ്റൽ നിങ്ങൾക്ക് ഒരു വർഷം 36,00,000 ആവും. അത് എല്ലാം നമുക്ക് സ്ട്രാറ്റജി സെയിം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് 100 രൂപയുടെ സാധനം വിൽക്കാൻ വേണ്ടി നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടണം എന്ന് പറയുന്നത്. ആ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മാത്രം നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ഒരിക്കലും നിങ്ങൾ ഓവർ ബേർഡൻ ആയിട്ട് നിങ്ങൾ തലവേദന എടുത്ത് വെക്കരുത്. നിങ്ങൾ ആദ്യം കൺസിസ്റ്റൻസി കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു നല്ല രീതിയിൽ എന്താ പറയുക നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ കോഴ്സ് ഫീസ് നമുക്ക് വരുന്നത്
40,000 രൂപയാണ്. 40,000 രൂപയാണ് നമ്മൾ ഇതിന്റെ കോഴ്സ് ഫീസ് വരുന്നത്. 40,000 രൂപ. ഇതിന്റെ ഡിസംബർ മന്തില് ഡിസംബർ സെല്ലിംഗ് ഫീസ്, ഡിസംബർ മന്തിൽ നമ്മളിപ്പോ ഈ മാസം സെല് ചെയ്യുന്ന ഫീസ് എന്ന് പറയുമ്പോൾ 26,500 ആണ് നമ്മൾ ഈ മാസം സെല് ചെയ്യുന്ന ഫീസ്. മനസ്സിലായില്ലേ? ഇന്ന് നിങ്ങൾ ഈ ഒരു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ട് ഈ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. സ്പെഷ്യൽ ഓഫർ ഫോർ ടുഡേ. ഇന്നത്തേക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഓഫർ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ബുക്കിംഗ് ആയിട്ട് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ ഫുൾ ഫീസ് കൊടുത്ത് ഫുൾ ഫീസ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് സീറ്റ് കൺഫേം ചെയ്യാം. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഇപ്പൊ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഓഫ്ലൈൻ ക്ലാസ് പറയുമ്പോൾ 23 ഡിസംബറിലാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഓഫ്ലൈൻ ക്ലാസ്. അതേപോലെ തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ഓൺലൈൻ ബാച്ച് വരണമെന്ന് പറയുമ്പോൾ ജാനുവരി സെക്കൻഡ് വീക്കിലാണ് ഉണ്ടാവുക. ഓക്കെ, ജാനുവരി സെക്കൻഡ് വീക്കിലാണ് ഉണ്ടാവുക. ഒരു സെക്കൻഡ് വീക്കിലുള്ള ഫ്രൈഡേയിലേക്ക് നമുക്ക് ക്ലാസ് വരുന്നത്. 23 ഡിസംബറിൽ നമുക്കിപ്പോ ഈ മാസം 23 ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് പാലാരിവട്ടം വെച്ച് നമ്മൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജാനുവരി സെക്കൻഡ് വീക്കിൽ പക്ഷേ സെക്കൻഡ് ഫ്രൈഡേയിലേക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. സെക്കൻഡ് ഫ്രൈഡേ തന്നെ ചെയ്ത ഞാൻ സെക്കൻഡ് ഫ്രൈഡേ ഓക്കെ, സെക്കൻഡ് ഫ്രൈഡേ ജാനുവരി സെക്കൻഡ് ഫ്രൈഡേയിലാണ് നമ്മളെ ഓൺലൈൻ ബാച്ച്. ഓക്കെ, ഇതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താ പറയുക, ഇന്ന് ഈ 23 ക്ലാസ് ആണെങ്കിൽ ഇന്ന് ബുക്കിംഗ് എമൗണ്ട് ചെയ്ത് 23 ക്ലാസ്സിന്റെ മുമ്പായിട്ട് 22 നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. ഇതിന്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ, ഇന്ന് നിങ്ങൾ ബുക്കിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ എന്താ പറയുക ഫുൾ എമൗണ്ട് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫർ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് 18,000 രൂപയാണ്. അതേപോലെ തന്നെ ബുക്കിംഗ് ചെയ്യേണ്ട എമൗണ്ട് നമുക്ക് 3,000 രൂപയാണ്. 3,000 രൂപ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാം. 18,000 രൂപ നിങ്ങൾ ഫീസ് വരുന്നത്. ബുക്കിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക, ബുക്കിംഗ് ചെയ്യണമെങ്കിൽ ബാലൻസ് 17,000 രൂപ നിങ്ങൾ ക്ലാസ്സിന്റെ തലേ ദിവസമായിട്ട് നിങ്ങൾ പേ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇനി എങ്ങനെ നിങ്ങൾക്ക് 23 ഓഫ്ലൈൻ പറ്റിയില്ല, അടുത്ത ഓഫ്ലൈനിലേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് സെക്കൻഡ് ഫ്രൈഡേയിലുള്ള ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അടുത്ത ബാച്ചിലേക്ക് വരാം. ഓക്കെ, അതിന്റെ എല്ലാത്തിന്റെ അവൈലബിലിറ്റി മാത്രം ചെക്ക് ചെയ്താൽ മതി. അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് ഇൻഫോം ചെയ്യും ഗ്രൂപ്പുകളിൽ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക എടുക്കാം. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഇന്നത്തേക്കാണുള്ളത്. ഇന്ന് നിങ്ങൾ ബുക്കിംഗ് എമൗണ്ടോ അതിനോടൊപ്പം അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം നിങ്ങൾ എന്നോടൊപ്പം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വർഷം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്തിട്ടുണ്ടാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെ എന്താ പറയുക, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ നഷ്ടം വരുത്തുന്ന എമൗണ്ട് തന്നെ ആവുള്ളൂ. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഒരു ആഴ്ചയിൽ നിങ്ങൾ നഷ്ടം വരുത്തുന്ന എമൗണ്ട് ആണിത്. ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റിക്കാൻ. കാരണം എന്റെ 2.5 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? 2.5 ലക്ഷം രൂപ എന്റെ ലോസ് ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി എന്താ പറയുക, ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാനില്ല. നിങ്ങൾക്ക് നാളെ തൊട്ടിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് നിങ്ങൾക്ക് എന്താ പറയുക പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണിത്. നമ്മൾ ഒരു പുതിയതായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത പോലെ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ ചിലപ്പോൾ 3 ലക്ഷം രൂപ, ചിലപ്പോൾ 50 ലക്ഷം രൂപ ഒക്കെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾ നഷ്ടം വരുത്തിയിട്ട് നിങ്ങളത് പുതിയൊരു സംഭവം കണ്ടുപിടിക്കുന്നേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇത്രയും നമ്മളെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ. ഇപ്പൊ ശരത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ശരത്ത് പോയെന്നറിയില്ല. ശരത്താണെന്നുണ്ടെങ്കിലും നേരത്തെ എന്താ പറയാ ആൾ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായതാണ്. അപ്പൊ ആ സംഭവം നമുക്കത് ആ സ്റ്റുഡൻസ് എല്ലാവരും ഹാപ്പി ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത്ര സക്സസ് റേഷ്യോ. ഈ ഒരു ഫീസും ഞാൻ വാങ്ങുന്നില്ല. ഞാൻ എന്റെ ഓപ്ഷൻ ബൈ ആയിക്കോട്ടെ, അതേപോലെ തന്നെ വേറെ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്കൊരു എന്താ പറയുക റിസൾട്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ എനിക്ക് അത്ര എഫേർട്ട് ഇല്ല, എനിക്ക് അത്ര ലോസ് വന്നിട്ടില്ല അതിലൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഒരു 6,000 രൂപ അല്ലെങ്കിൽ 7,000 രൂപ ആ റേഞ്ചൊക്കെ ഞാൻ വാങ്ങുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഇത്രയും ഒരു ഇതുണ്ട്. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 18,000 എനിക്ക് 40,000 തന്നെ എനിക്ക് എന്താ പറയുക
ചെയ്താൽ തന്നെ നമുക്കത് ബെനിഫിറ്റ് ഉള്ളൂ. ഇതിനോടൊപ്പം ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു എക്സ്ട്രാ ആഡ് ഓൺ ഒരു സംഭവം കൂടി ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ബുക്കിങ്ങോ അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണുള്ളത്, റീഫണ്ട് പോളിസി ഉണ്ട്. റീഫണ്ട് പോളിസി ഇന്നേ വരെ നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കേൾക്കാത്ത കാര്യങ്ങളാണ്. പല ആൾക്കാരും 1 ലക്ഷം രൂപ കൊടുത്തിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള മെന്റേഴ്സിന്റെ അടുത്ത് പഠിച്ചിട്ട് എന്താ പറയുക, അവര് ഇപ്പോഴും ലോസിൽ തന്നെയാണ് നടക്കാൻ പോർട്ട്ഫോളിയോ. നിങ്ങൾ റീഫണ്ട് പോളിസി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 6 മാസം 6 മന്ത്സ് നിങ്ങൾ എന്നോടൊപ്പം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മന്ത്സ് ട്രേഡ് നിങ്ങൾ എല്ലാ വീക്കിലും എവറി വീക്ക് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പ്രോമിസസ് ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫീസ് റീഫണ്ട് എടുത്തോ. ഞാൻ പറഞ്ഞ വാട്ട് ഓൾ പ്രോമിസസ് ഐ ഹാവ് given not, if it is not fulfilled, refund. കാരണം അത്രയും എന്താ പറയാ, എനിക്ക് ഇതില് വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമേ ഈ റീഫണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മള് കാർത്തിക്, ഓക്കെ കാർത്തിക് ഇപ്പൊ നമ്മള് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ കാർത്തിക്, വെൽക്കം ടു FOP. ഓക്കെ ബുക്കിംഗ് അമൗണ്ട് ചെയ്തിട്ടുണ്ട്, കാർത്തിക് ബുക്കിംഗ് അമൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോ നമുക്ക് FOPയിലേക്ക് കാർത്തികിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെൽക്കം ചെയ്യാം. ഓക്കെ അതേപോലെ തന്നെ ഇനി ആർക്കെങ്കിലും ബുക്കിംഗ് എമൗണ്ടോ ഇന്ന് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് പോളിസി വേണമെങ്കിൽ 40,000 രൂപയിലാണ് നമ്മൾ റീഫണ്ട് പോളിസി ഉള്ളൂ. 40,000 കുറച്ചിട്ടുള്ള ഒരു ഫീസിൽ നമുക്ക് 22,000. ഇന്നിപ്പോ നിങ്ങൾ ചെയ്തില്ലാണെങ്കിൽ സ്ട്രേറ്റ് ആയി 26,500 ഫീസ് പോണത്. 26,500 പോലും റീഫണ്ട് പോളിസി ഇല്ല. മനസ്സിലായി? ഇന്ന് നിങ്ങൾ ബുക്കിംഗ് എമൗണ്ട് അറ്റ്ലീസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു റീഫണ്ട് പോളിസി കൂടി ഉണ്ടാവും. നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് എന്താ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ കാര്യങ്ങളും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നമുക്ക് എന്താ പറയുക വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ നമുക്ക് 2 മിനിറ്റ് നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറെ പേരൊക്കെ ലീവായി പോയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്താ പറയാ, അടുത്ത ലോസ് വരുത്തിയിട്ട് നമ്മളെ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അവർ ജോയിൻ ചെയ്യും, കുഴപ്പമില്ല. കുറെ പേരൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ നമുക്കിപ്പോ നമുക്ക് അനൂപ് ഉണ്ട്, നൗഷാദ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുറെ ആൾക്കാർക്ക് പോയിട്ടുണ്ട്. അനൂപ് നൗഷാദ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ആദ്യം നമുക്ക് പഠിച്ചേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അനൂപ് നൗഷാദും ഉണ്ട്. ബാക്കിയുള്ളവര് അവരെന്താ പറയുക, ഇനി എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക അവരെവിടെയെങ്കിലും ദിവസം വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ അനൂപ് നൗഷാദ് പോയിക്കൊണ്ട് നിങ്ങളെ എന്താ പറയുക അധികം ട്രേഡ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് നിങ്ങളുടെ റൈറ്റ് ടൈമാണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ട്രേഡിൽ ലോസ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് എന്താ പറയുക പുതിയൊരു ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഈ ഒരു FOP എന്ന് പറയുന്നത് ടേണിംഗ് പോയിന്റ് ആണ്. അത് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാം. 6 മാസം നിങ്ങൾ ട്രേഡിനോടൊപ്പം ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലത്തെ പോയില്ല സംഭവങ്ങളൊന്നും അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ആണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടോ? കാരണം റീഫണ്ട് 1 ലക്ഷം പഠിച്ചാൽ പോലും 1 ലക്ഷം പോലും നിങ്ങൾ എന്താ പറയുക നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള സ്കാൽപ്പ് ചെയ്യുന്നതിന്റെ അവർക്ക് പോലും 1.5 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പോലും ആൾ പോലും റീഫണ്ട് കൊടുക്കാനില്ല. മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ റൂബിയ ഇത് കാർത്തിക്കിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഇല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഇന്റർവ്യൂ രജിസ്ട്രേഷനിൽ ഉണ്ടാവും. ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലാന്നെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പണി ചെയ്യാം, നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സമയം തരാം. ഇപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എന്താണ് പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സെയിം 18,000 രൂപയിലും റീഫണ്ടും കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 26,500 ആണ് റീഫണ്ട് ഉണ്ടാവില്ല. റീഫണ്ട് 40,000 മാത്രം കിട്ടും. ഓക്കെ അപ്പൊ വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോ ക്ലാസ് വൈൻഡ് ചെയ്യാം. നിങ്ങൾ 12 മണിക്കുള്ളിൽ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അനൂപും അതേപോലെ തന്നെ നൗഷാദും ഈ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 12 മണിക്ക് മുമ്പ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഗ്രാബ് ചെയ്യാൻ പറ്റും. ഈ റീഫണ്ട് പോളിസി നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ താങ്ക് യു. വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.